നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ എത്തിയിരിക്കുന്നു. ബില്ല് പാസ്സായാലും ശക്തമായ ഒരു പ്രക്ഷോഭം രാജ്യവ്യാപകമായി സംഘടിപ്പിക്കും എന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിലെ അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭം എത്രമാത്രം ശക്തമായിരിക്കും എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് പൊതുവേദി പ്രധാനമായും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന് പുറത്തു നിന്ന് പൊതുവേദി കാണുന്ന പ്രേക്ഷകർക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാൻ ഉള്ളത് എന്നാണ്. നമുക്കറിയാം, കേരളത്തിന് പുറത്ത് ധാരാളം പേർ പൊതുവേദി കാണുന്നു. ആ സംസ്ഥാനങ്ങളിൽ, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒക്കെയുള്ള ന്യൂസ് 18 പൊതുവേദിയുടെ പ്രേക്ഷകർ അവിടെ ഈ വിഷയം എത്രമാത്രം രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്നു എന്ന കാര്യം എന്ന് നമുക്ക് മുന്നിൽ വെച്ചാൽ നമുക്ക് ദേശവ്യാപകമായി എത്തരത്തിലൊരു പ്രതിഷേധമുണ്ടാകുമെന്നും അതിനെത്രമാത്രം ജനപിന്തുണ ലഭിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ ഈ കർഷക സമരത്തിന് സമാനമായ തരത്തിൽ ഒരു സമരപ്രഖ്യാപനമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന ഫസലുർ റഹീം വ്യക്തമാക്കുന്നത്. ബിൽ പിൻവലിക്കുന്നതുവരെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കർഷക സമരമുള്ളതുകൊണ്ട് കർഷകരെ സംബന്ധിക്കുന്ന ചില നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു സർക്കാരിനെന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിന് ഈ വിഷയത്തിൽ പിന്തുണ ലഭിക്കുമോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ മലയാളി പ്രേക്ഷകർ ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കും എന്ന് ഞാൻ നോക്കുകയാണ്. ഏതായാലും ആദ്യ കോളർ നമുക്ക് ഒപ്പം ചേർന്നിട്ടുള്ളത് കോഴിക്കോട് നിന്നാണ് ശ്രീ കുഞ്ഞാമത്. യെസ്, കുഞ്ഞാമതിന് എന്ത് തോന്നുന്നു? രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധമായി ഇത് ഉയരുമോ? എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങളെ പറ്റി ചെറിയൊരു പ്രതിഷേധമുണ്ട്. ശരി, അത് നമുക്ക് ഈ മെഡിസിൻ കുഞ്ഞ് കായംകുളത്തിന് അവസരം കൊടുക്കുക, സ്ഥിരം പിടിക്കുന്ന കുഞ്ഞമ്മതിന് ഒരവസരം തരുന്നില്ല കംപ്ലൈന്റിലേക്ക് വരികയാണ്. എനിക്ക് മനസ്സിലായില്ല, എന്താണ്? എല്ലാ ദിവസവും വിളിക്കുന്ന കുഞ്ഞമ്മതിന് പരിഗണന കിട്ടുന്നില്ല, ഒരു മാസമായിട്ട് കിട്ടുന്നില്ല. അങ്ങ് ഞങ്ങൾക്ക് വലിയ വലിയ പ്രധാനപ്പെട്ട ആള് തന്നെ. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാം. ശരി, ഞാനേ ശ്രീ കുഞ്ഞാമത് പെട്ടെന്ന് തീർത്താൽ നമുക്ക് ഇഷ്ടംപോലെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വിശ്വാസികളുടെ പ്രശ്നമായത്. ഈ വഖഫ് ബോർഡിന്റെ കാര്യം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അർസൽ വ്ളോഗ്സ് എന്നോട് പറയുന്നു യെസ്, രാജ്യവ്യാപകമായ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ജിബിൻ തോമസ് പറയുന്നു മലപ്പുറത്തും ഈരാറ്റുപേട്ടയിലും മാത്രമേ പ്രതിഷേധം ഉണ്ടാകൂ എന്ന് പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം പറയുന്നു. ഗോളന്തരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വിജയകുമാർ പറയുന്നു ഒന്നും ഉണ്ടാവില്ല, കേരളത്തിൽ കുറച്ചിടത്ത് മാത്രം പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറയുന്നു. ശ്രീരാജ് പറയുന്നു മലപ്പുറത്ത് മാത്രമേ പ്രതിഷേധം ഉണ്ടാകുകയുള്ളൂ എന്ന് എന്നോട് ഒപ്പം പറയുന്നു. ശ്രീ മോഹൻദാസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹൻദാസ്, നമുക്കിന്ന് ഒരുപാട് പ്രേക്ഷകരുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമോ? ഇന്നലെ ഇതേപോലെ എന്നെ വേഗം കട്ടിയിപ്പിച്ചു, ഒരു മിനിറ്റ് പറയാൻ സമ്മതിച്ചില്ല. അല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പ്രധാനമായും മറ്റ് സ്ഥലങ്ങളിലെ ആളുകളുടെ കാര്യമാണ് എടുക്കുന്നത്. പിന്നെ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് നമ്മൾ അത്രക്കാരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ അവരെ കൂടി ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. യെസ്, കാരണം ഞാൻ മുസ്ലിം മതങ്ങള് സുഹൃത്തുക്കള് ജാതിയുടെ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ മുസ്ലിം അല്ല, ഹിന്ദുവാണ്. പക്ഷേ ഇത് മത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം വിശ്വാസികള്, മതവിശ്വാസികള് കൊടുക്കുന്നതാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിന്ന് തീരെ സമയമില്ല ശ്രീ മോഹൻ, നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ഞാൻ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകളുടെ പ്രതികരണമാണ് കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ആ വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഷാജി കൂടി നമുക്കൊപ്പം ചേരുന്നു, സ്ഥിരം പ്രേക്ഷകൻ ഷാജി. ശ്രീ ഷാജി, രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ഇപ്പൊ അഭിപ്രായം പറയാൻ ഇപ്പം താല്പര്യമില്ല. ഓക്കെ, ശരി, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം ചേരുന്നത് വിജയകുമാർ പറയുന്നു ഒന്നും ഉണ്ടാവില്ല, കേരളത്തിൽ കുറച്ചുപേർ മാത്രമേ പ്രതികരിക്കൂ എന്ന് പറയുന്നു. ശ്രീരാജ് പറയുന്നു മലപ്പുറത്ത് കുറച്ചുപേർ പ്രതികരിക്കൂ എന്ന് പറയുന്നു. ഓക്കെ, അഷ്റഫ് പൊന്നാനി പറയുന്നു പ്രതിഷേധം വേണം എന്ന ആവശ്യം പറയുന്നു. ഓക്കെ, അഭിഷേക് പറയുന്നു മതേതര ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രം ബാധകമല്ല, അത് മുസ്ലിങ്ങൾക്കും ബാധകമാണ് എന്ന് അഭിഷേകും പറയുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധം വരും എന്ന്, ശക്തമായ ഒരു പ്രതിഷേധം വരുമെന്ന് ഭയക്കേണ്ടതുണ്ടോ? രാജ്യവ്യാപകമായ ഒരു സ്പോൺസേർഡ് പദ്ധതി ഉണ്ടാവാം, കേരളത്തിലൊരു പ്രതിഷേധം ഉണ്ടാവാം, അല്ലാതൊന്നും ഇല്ല സർ, അല്ലാതൊന്നും വരില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഒരു ദയയും ഈ പ്രതിഷേധത്തിനോട് വേണ്ട എന്നാണ് അമൽ പറയുന്നത്. ഓക്കെ, നമുക്ക് അമലിലേക്ക് വരാം. അലക്സ് ലൗസ് ട്രാവലിംഗ് പറയുന്നു അഭിഷേകിന് പിന്തുണ കൊടുക്കുന്നു. ഓക്കെ, ഏതായാലും നമ്മുടെ പൊതുവേദി കാണുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രേക്ഷകർ പലരും ഉണ്ട്. ഹരിയാനയിൽ നാരായണൻ നായരുണ്ട്, ജാർഖണ്ഡിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരുണ്ട്, ബാംഗ്ലൂരിൽ ജോർജും ജോസഫും ഉണ്ട്. അതുപോലെ ഒട്ടനവധി പ്രേക്ഷകർ നമുക്ക് മറ്റ് ഉണ്ട്. അവരിലേക്കൊക്കെ വരേണ്ടതുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ ശ്രീ മൊയ്തീൻ കുഞ്ഞ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? നമസ്കാരം മനു. ഇതൊരു ബി.ജെ.പിയുടെ ഒരു തമാശ ആയിട്ട് ഇത് കണക്കാക്കാൻ നോക്കത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരു സമുദായത്തെ മാത്രം ഇങ്ങനെ അധിക്ഷേപിച്ച് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത് അവരെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇതൊരു തമാശയാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മാൾട്ട ഡയറി എന്നോട് പറയുന്നു നോർത്തിൽ മുസ്ലിങ്ങളെല്ലാം ഇത് അംഗീകരിക്കുന്നു ഈ നിലപാടിനെ എന്നാണ് പറയുന്നത്. ഓക്കെ, നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. ഏതായാലും ഇതൊരു വലിയ വിഷയമായി തന്നെ വരികയാണ്. കാരണം മുസ്ലിം സംഭാവനകളെ സംബന്ധിച്ചൊക്കെ ഉള്ള അവരുടെ അല്ലെങ്കിൽ ആ സ്വത്തിന് അതിൻ്റെ നടത്തിപ്പിന് എങ്ങനെ നിയന്ത്രിക്കണമെന്നതിനെ സംബന്ധിച്ച് 1995 വഖഫ് നിയമ ഭേദഗതിയാണ് വഖഫ് നിയമമാണ് ഇവിടെ ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, വിജയൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിജയൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് താങ്കൾ വഴി കാണുന്നുണ്ടോ? ഇല്ല, ശ്രീ വിജയന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നവും ഉണ്ടാകത്തില്ല. ആ, ജനങ്ങള് മുഴുത്ത മോദിജിയുടെ കൂടാണ്. ഭാരതത്തിന് ആവശ്യമായൊരു മാറ്റമാണ് ഇപ്പോൾ വരുത്തുന്നത്. അത്യാവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ ഇത്. അബൂബക്കർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അബൂബക്കർ, എന്ത് തോന്നുന്നു? രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന്റെ സാധ്യത കാണുന്നുണ്ടോ? ഇത് രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് സാധ്യത തന്നെ കാണുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ഈ ചാനല് ഇതിനു മുമ്പ് ഞാൻ ഞാൻ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. ഇത് ഈ വഖഫ് എന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തിലെ ആളുകൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയം അതില് ഒരു വിശ്വാസപരമായ, ഇപ്പൊ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ വിശ്വാസത്തില്, അതുപോലെ ഹിന്ദു വിശ്വാസത്തില്, ഈ വിശ്വാസങ്ങളിൽ മറ്റുള്ള സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വിശ്വാസത്തിൽ കൈകടത്തുമ്പോൾ ആ വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കും. അതുപോലെ തന്നെയാണ് ഈ വഖഫ് ഭേദഗതി ബില്ലും. വഖഫ് ഭേദഗതി ബില്ലിന്റെ അവസാന ലാപ്പില് കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകൾ ഉണ്ട്, അതുപോലെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. വഖഫ് സ്വത്തുമായുള്ള തർക്കം വരുമ്പോ ആണല്ലോ ഇതില് ഈ ഇതര മതവിഭാഗങ്ങൾക്കുമായിട്ടാണല്ലോ കൂടുതൽ തർക്കം. അതാണ് അതിനൊരു വിഷയമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നോക്കാം നമുക്ക്. ഈ ഇതര സമുദായത്തിൽ വരുന്ന തർക്കം വന്നത് മുനമ്പം വിഷയം മാത്രമുള്ളൂ. അത് അല്ല അങ്ങനെയല്ല. ഞാൻ അറിയുന്ന കണക്കനുസരിച്ച് സർക്കാർ നമുക്ക് നൽകിയിട്ടുള്ള കണക്കനുസരിച്ച് ഇതിൽ 40,951 കേസുകളാണ് വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ പെൻഡിംഗ് ആയുള്ളത്. അതിൽ 9,942 കേസുകൾ മാത്രമേ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതുള്ളൂ. ബാക്കിയെല്ലാം ഇതര മത സ്ഥാപനങ്ങളുമായി മതവ്യക്തികളുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്. അതായത് ഞാൻ ആ തർക്കത്തിലേക്കല്ല പോകുന്നത്. അബൂബക്കറിനെ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്യാം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? യെസ്, യു.പിയിൽ നിന്ന് ശ്രീ ബാലചന്ദ്രൻ. അദ്ദേഹം ഇടയ്ക്കൊന്ന് ടൂറൊക്കെ പോയതുകൊണ്ട് കുറച്ച് ദിവസം പൊതുവേദിയിലേക്ക് വിളിച്ചില്ല. പിന്നെ ഇപ്പോൾ അതിനുശേഷം മടങ്ങി വന്നു, അല്ലേ ശ്രീ ബാലചന്ദ്രൻ? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. അപ്പൊ ഞാൻ ശ്രീ ബാലചന്ദ്രൻ നമ്മുടെ യു.പിയിൽ നിന്നുള്ള ഒരു പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം വരും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അലയടികൾ യു.പിയിൽ കാണുന്നുണ്ടോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത് അവിടെ? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ കംപ്ലീറ്റ് വിളിച്ചു, കിട്ടിയില്ല. ഇന്നലെ ഈ സിനിമയെ കുറിച്ച് പറയാൻ അല്ലേ? സിനിമയെ കുറിച്ച് പറയാൻ. കാരണം ഇത് എനിക്ക് ഞാൻ വ്യക്തിപരമായി പറയാൻ, സംഘപരിവാർ വർഗം എന്ന് പറഞ്ഞ ഒരു ശപിക്കപ്പെട്ട വർഗമായിട്ടിരിക്കും. അത് എന്താ ആവശ്യത്തിന് അനാവശ്യത്തിന് ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിലല്ല ഇവരുടെ ഇടപെടലും സംസാരവും വർത്താനവും ഒക്കെ. അതുകൊണ്ട് നമുക്ക് ആ വിഷയം നമ്മൾ ഇന്നലെ അങ്ങ് പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഈ വിഷയത്തിൽ ഒരു ഉത്തരേന്ത്യയിലെ മലയാളി പ്രതിനിധി എന്ന നിലയിൽ അങ്ങേക്ക് എന്ത് തോന്നുന്നു? അവിടെ ശക്തമായ പ്രതിഷേധം യു.പിയിലൊക്കെ ഉണ്ടാകുമോ ശ്രീ ബാലചന്ദ്രൻ? അങ്ങനെ ഇവിടെ അങ്ങനെ പ്രതിഷേധം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇവര് ഏകാധിപതിയെ പോലെയാണല്ലോ. ആരെയും പ്രതിഷേധിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു ശക്തമായ ഒരു പ്രതിപക്ഷത്തിന് ഒരു റോള് കൊടുക്കുന്നില്ല എവിടെയും. യു.പിയിലും ഇല്ല. അങ്ങ് ബറേലിയിലല്ലേ ഉള്ളത്? ബറേലിയിൽ അവിടെ പ്രതിഷേധം കോൺഗ്രസ് ഒക്കെ രംഗത്തുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഒന്നുമില്ലേ? കോൺഗ്രസ് ഒക്കെ വട്ടപൂജയായിരുന്നു.
ഏത് കാലത്തെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു? കോൺഗ്രസ് ഒന്നും ഇല്ല ഇവിടെ. അതെയോ? അപ്പൊ മുലായം സിംഗിന്റെ പാർട്ടിയും മായാവതിയുടെ പാർട്ടിയും ഒക്കെ നമ്മുടെ അഖിലേഷ് യാദവിന്റെ പാർട്ടിയൊക്കെ ഇല്ലേ ഇവിടെ? നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ ഏത് പാർട്ടിയെ മുൻതൂക്കം നിൽക്കുന്നത് അതിന്റെ ഒപ്പം കൂടും. ശരി. അതിപ്പോ നാളെ കോൺഗ്രസ് ബൈ ചാൻസ് രക്ഷപ്പെട്ടു വന്നു വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നേരെ കോൺഗ്രസിലാവും. നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏകദേശം അതുപോലെ തന്നെ ആയിട്ട് വരികയാണ്. പക്ഷെ ഓരോന്നിനും ഒരു വകുപ്പുണ്ടല്ലോ. ഇപ്പൊ ഹിന്ദുവിന് കാണിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അമ്പലങ്ങള്, ഇഷ്ടംപോലെ വകുപ്പ് ഭരിക്കാൻ, അതൊക്കെ അവരെ ഏൽപ്പിക്കുക. മുസ്ലിംസിന്റെ ആണെങ്കിൽ മുസ്ലിംസിനെ ഏൽപ്പിക്കുക, ക്രിസ്ത്യൻസിനെ ആണെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ആൾക്കാരെ ഏൽപ്പിക്കുക. അതിന്റെ ഇടയിലൊക്കെ കയ്യിട്ട് വാരിയിട്ട് ചെറിയ വോട്ടിന് വേണ്ടിയിട്ട് ഇത്തരം കളികൾ കളിക്കുന്നത് നാണക്കേടാണത്. അപ്പൊ ഏതായാലും താങ്കൾ ഈ വഖഫ് ബില്ലിന്റെ ഭേദഗതിക്കെതിരാണ്. പക്ഷെ ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ അലയൊടിയൊന്നും യു പിയിൽ പ്രത്യേകിച്ച് ബറേലിയിൽ കാണുന്നില്ല. ഇല്ല. കാരണം അതിന് നമ്മൾ ശരിയായ രീതിയിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് ബഹുമാനം കിട്ടിയായിരുന്നു. 2014 ശേഷം ഇല്ല. പ്രതിപക്ഷത്തിന്റെ വാക്കേ വിലക്കെടുക്കുന്ന വർഷമില്ലല്ലോ. അവര് തീരുമാനം ഉറപ്പിച്ചുണ്ടാവും കാര്യങ്ങൾ, എന്നിട്ട് അത് അടിച്ചേൽപ്പിക്കുക. ആ ഒരു രീതി ശരിയല്ലല്ലോ. കാരണം അവർക്ക് അതിന് വോട്ടേ വേണ്ട. അവര് പഞ്ചായത്തിൽ 1000 വോട്ടുണ്ടെങ്കിൽ അവര് 10,000 വോട്ടിന് ആ പഞ്ചായത്തിൽ ജയിച്ചിട്ടുണ്ടാവും. ഒരു വോട്ടറുടെ വോട്ടേ ആവശ്യമില്ല അവർക്ക്. യെസ്, വ്യക്തമാണ്. ഏതായാലും ശ്രീ ബാലചന്ദ്രൻ യു പിയിൽ നിന്നുള്ള ഒരു ചിത്രമാണ് പൊതുവേദിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ നമ്മുടെ പ്രേക്ഷകർ ഹരിയാനയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട് ഒക്കെ, അവരൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അവരിലേക്കൊക്കെ വരാം. രാജൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. രാജൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഒരു സാധ്യത ശ്രീ രാജൻ കാണുന്നുണ്ടോ? ഇത് വളരെ തെറ്റാണ് സാറേ. അവർക്ക് ആ ഡൽഹി വിമാനത്താവളവും പിന്നെ പാർലമെന്റ് മന്ദിരവും വിട്ടുകൊടുക്കണം. അത് വഖഫാണ്. അവിടെ 5-6 പള്ളികൾ അവർക്ക് പണിയാൻ പറ്റും. എല്ലാം കൂടെ കൂടി ഒരു 10-25 പള്ളിയെങ്കിലും 2 സ്ഥലത്തും കൂടെ പണിയാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് വളരെ മോശമായിട്ട് സാറിനോട് സംസാരിച്ചു. ഞാൻ കള്ളമാ പറയുന്നത്, കള്ള ന്യൂസാ പറയുന്നത്. ചാനൽ 24ഉം കൈരളിയും പിന്നെ മനോരമയും ഇത് റിപ്പോർട്ട് ചെയ്താണ് ഗുജറാത്തിലെ ആശാ വർക്കർമാരെ 2500 പേരെ പിരിച്ചുവിട്ടെന്നുള്ളത്. ശരി, ഓക്കെ, വ്യക്തമാണ്. നമ്മൾ ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കാത്തതുകൊണ്ടാണ് ഞാൻ ശ്രീ രാജൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പൊതുവേദി വളരെ ഗൗരവത്തോടെ കാണുന്ന ആളാണ്. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു വയലാറിൽ നിന്ന്. ശ്രീ ശശിധരൻ, വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഞാൻ പ്രധാനമായും ഇന്ന് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഏതായാലും ശ്രീ ശശിധരൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ശ്രീ ശശിധരൻ, രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന്റെ സാധ്യത അങ്ങ് ഈ വിഷയത്തിൽ കാണുന്നുണ്ടോ? മനു സൂപ്പർ എക്സ്പ്രസിന് ആദ്യം നമസ്കാരം. മനു സൂപ്പർ എക്സ്പ്രസിന് ആദ്യം നമസ്കാരം. എന്റെ ഒരു പ്രതിഷേധം അറിയിക്കാൻ മാത്രമാണ് ഞാൻ ഈ കോൾ എടുത്തത്. 3 ദിവസമായിട്ട് നിങ്ങൾ ശരി, ഓക്കെ, പ്രതിഷേധം നമുക്കൊരു ദിവസം ചർച്ച ചെയ്യാം. ഞാൻ കൂടുതലും ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഷമ്മി ആ കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഷമ്മി എന്നല്ലേ പേര് പറഞ്ഞത്? അതെ, ഷമ്മിയുടെ പേര്. ശ്രീ ഷമ്മിയോട് ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ പ്രതിഷേധം ഉണ്ടാകും എന്ന് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാം. പക്ഷെ അനുകൂലിച്ചു ന്യൂനപക്ഷങ്ങളുടെ പ്രതിഷേധം തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം എന്താണെന്നാണ് ഷമ്മി? ഇവിടെ ഒന്നും അധികം ആരും ഇതേക്കുറിച്ച് സംസാരിക്കാറോ ഒന്നുമില്ല. വലിയൊരു നോർമൽ ആയിട്ട് പോകുന്നു, നോർമൽ പ്രൊസീജിയർ ആയിട്ടേ ഉള്ളൂ. നമ്മൾ കേരളത്തിൽ സംസാരിക്കുന്ന അത്രയൊന്നും അവിടെ ഒന്നും ആരും സംസാരിക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങളും അവരുടെ സംഘടനകളും ഒന്നും ഇത് ഗൗരവത്തിൽ എടുക്കുന്നില്ല. എന്താണ് അവർ പറയുന്നത്? ഇവിടെ നമ്മൾ സൺ ന്യൂസ് ഒക്കെ വാച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അതിലൊന്നും ആരും ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറൊന്നുമില്ല. നമ്മൾ കേരളത്തിൽ ഒരു ടോപ്പിക്കാണ് അത്. അവിടെ ഒരു വോട്ട് ബാങ്ക് ആയതുകൊണ്ട് കേരളത്തിൽ നല്ലൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് കേരളത്തിൽ ടോപ്പിക് ആയത്. ശരി. ശ്രീ ഷമ്മി അവിടെ കോയമ്പത്തൂര് എന്ത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ലോജിസ്റ്റിക്സിലാണ്. അവിടെ നല്ല നോർത്തിലൊക്കെ നല്ല ട്രാവൽ ചെയ്യുന്നതാണ്. അവിടെ ഇത് വേറെ എവിടെ നമ്മൾ കേരളത്തിൽ ഷമ്മി ഒരു അഖില ഭാരത പര്യടനമൊക്കെ നടത്തുന്നയാളാണ്. അപ്പൊ കുറെ കൂടി ഷമ്മിയുടെ വാക്കുകൾ നമ്മൾ ഗൗരവത്തിലെടുക്കണം. അപ്പൊ വേറെ എവിടെ ഇതിന്റെ ഒരു പ്രതിഷേധം ഒന്നും കാണുന്നില്ല എന്നാണ് ഷമ്മി വിചാരിക്കുന്നത് അല്ലേ? ഇവിടെ മീഡിയ ഇത്ര അധികം ഫോക്കസ് കൊടുക്കത്തില്ല. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ഗുജറാത്തിൽ നിന്നാണ്, ശ്യാം മോഹൻ അല്ലേ? ഷൈജുമോൻ ഭാസ്കർ ഗുജറാത്തിൽ നിന്ന്. ഷൈജുമോൻ ഭാസ്കർ. ശ്രീ ഷൈജുമോൻ ഭാസ്കർ ഗുജറാത്തിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഗുജറാത്ത് വാപ്പി. വാപ്പി. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമാണ് വാപ്പി അല്ലേ? ഒരു വ്യവസായ കേന്ദ്രമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഷൈജുമോൻ ഗുജറാത്തിലാണ്, അവിടുത്തെ മൊത്തം സാഹചര്യങ്ങളൊക്കെ അറിയാം. എത്ര കാലമായി ഗുജറാത്തിലായിട്ട്? ഞാൻ 26 വർഷമായി. അപ്പോൾ സ്വാഭാവികമായും ഗുജറാത്തിൻ്റെ ഒരു പൾസ് അറിയാം. അവിടെ പ്രതിപക്ഷം വളരെ കുറവാണ്. ഞാനൊരു തവണ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കവർ ചെയ്യാനൊക്കെ ആ വഴിയൊക്കെ വന്നതാണ്. അപ്പോൾ പക്ഷേ എങ്കിലും അവിടെ കോൺഗ്രസ് കാരൊക്കെ ധാരാളമുണ്ട്. പോർബന്തറിലും അവിടെ ഇവിടെയെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഞാൻ കണ്ടു.
അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഗുജറാത്തിലൊക്കെ ഒരു പ്രതിഷേധത്തിന്റെ സാധ്യത ഈ വഖഫ് ഭേദഗതിക്കെതിരെ ഉണ്ട് എന്ന് ഷൈജുമോൻ ഭാസ്കർ കരുതുന്നുണ്ടോ? ഇല്ലില്ല, ഗുജറാത്തില് അങ്ങനെയുള്ള വഖഫ് ബില്ലിന് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധങ്ങളോ ഒന്നും കാണാറില്ല. കാരണം ഇവിടെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും അവരുടെ വസ്തുവകൾ ഈ വഖഫ് മൂലം ഇല്ലാതായിട്ടുണ്ട്. നമ്മുടെ മുനമ്പം പ്രദേശത്ത് നടക്കുന്നത് പോലെ തന്നെ ഇവിടെയും വഖഫ് മുഖാന്തരം മറ്റ് മുസ്ലിങ്ങൾക്കും മറ്റ് ഇതര സമുദായങ്ങൾക്കും ഒരുപാട് അവരുടെ സ്ഥലവും മറ്റ് കച്ചവട കേന്ദ്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വഖഫ് ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം വരും, സാധാരണക്കാർ ജനങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവുമെന്നാണ് എന്നെ പോലുള്ളവരുടെ വിശ്വാസം. അപ്പൊ അവിടെയും ഇതുപോലുള്ള ഈ തർക്കങ്ങൾ ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഭൂമി വഖഫായി പോയി എന്ന് അല്ലെങ്കിൽ വഖഫാണ് എന്നൊക്കെയുള്ള തർക്കങ്ങൾ കാരണം അതിന്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്ന ആളുകൾ അവിടെയും ഉണ്ട്. അത് മുസ്ലിങ്ങളാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഉണ്ട്. ഇവിടെ തന്നെയല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനും ഉണ്ട്. ഇവിടെയും നല്ലൊരു ശതമാനം ഉണ്ട്. ഇവിടെ മുനമ്പം എന്ന് പറയുന്ന പോലുള്ള രീതിയിൽ ഇവിടെയും ഉണ്ട്. ആളുകൾ വളരെ ആശങ്കയിലാണ്. അത് മോദി സർക്കാരിന്റെ ഒരു നല്ല ഇടപെടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ആശ്വാസമാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഏതായാലും ഞാൻ ഷൈജുമോൻ അവിടെ നിന്ന് വിളിച്ചതൊക്കെ സന്തോഷം. അവിടെ കുടുംബമായിട്ടാണ് താമസിക്കുന്നത് ഞാൻ വിചാരിക്കും, കാരണം 10-26 വർഷമായല്ലോ അല്ലേ? അതെ, കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. ആലപ്പുഴ കുട്ടനാട് സ്വദേശിയാണ്. ഏതായാലും അവിടെ ഉള്ള ഷൈജുമോന്റെയും അതുപോലെ അവിടുത്തെ ബന്ധുക്കളുടെയും അവിടുത്തെ കൂട്ടുകാർക്കും ഒക്കെ പൊതുവേദി ആശംസകൾ നേരുകയാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷം ഗുജറാത്തിൽ നിന്ന് നമ്മുടെ പൊതുവേദി കാണുകയും അതിലേക്ക് അഭിപ്രായം പറയാൻ വിളിക്കുകയും ചെയ്തു എന്നത് വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. അങ്ങേക്ക് ഞങ്ങളുടെ നന്ദിയും സ്നേഹവും, ഒപ്പം തന്നെ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ സ്നേഹമൊക്കെ അറിയിക്കണം ഗുജറാത്തിലെ മലയാളികളെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈനുദാസൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സൈനുദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന് സാധ്യത കാണുന്നുണ്ടോ? സർ നമസ്കാരം. സർ, ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 സ്വാഗതം ചെയ്ത മാതിരി ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഇതിനെ സ്വാഗതം ചെയ്യും, ഇത് പാസ്സായി കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, എന്ത് കരുതുന്നു? ഒരു വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിന് വലിയ പിന്തുണ ലഭിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? ഇല്ല, ഈ വിഷയം നമ്മൾ വളരെ വളരെ വ്യക്തമായിട്ടൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഈ നമ്മുടെ രാജ്യത്ത് കുറെ വർഷങ്ങളായി ഉണ്ടായിരിക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പള്ളികൾ പൊളിച്ചതുണ്ട്, വീടുകൾ ഇടിച്ചു നിരത്തിയതുണ്ട്, അങ്ങനെ ആൾക്കാർ വീടില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതുണ്ട്, കോടതി കേസ് പോയിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇനിയും പള്ളി പൊളിക്കാനിരിക്കുന്നു. എന്നിട്ടൊന്നും രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. ഇനി അവരത്ര ഓർഗനൈസ്ഡ് അല്ല. രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ട് അവരത്ര ഓർഗനൈസ്ഡ് അല്ല. പിന്നെ നമ്മുടെ ഈ വിചാരധാരെ പറഞ്ഞിട്ടുണ്ടല്ലോ ആഭ്യന്തര ശത്രുക്കളെ പറ്റിയിട്ട്, അതിൽ ഒന്നാം സ്ഥാനം അവർക്ക്. വ്യക്തമാണ്. നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് ഒന്ന് കടക്കണം. കൃഷ്ണൻ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്. ഓക്കെ, ശ്രീ കൃഷ്ണൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ പലപ്പോഴും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തോതിലുള്ള ഒരു രാജ്യവ്യാപക പ്രക്ഷോഭമൊക്കെ നമ്മൾ മുമ്പ് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടിരുന്നു. ആ നിലയിലേക്കൊക്കെ ഒരു പ്രക്ഷോഭം ഉയരുമെന്നൊക്കെ കരുതേണ്ടതുണ്ടോ? ഹലോ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ ചോദിച്ചോട്ടെ സാറേ? ഹലോ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വഖഫ് നിയമം വരണമോ വേണ്ടയോ? നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം? അല്ല, എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നത് ഇടയ്ക്ക് ഞാൻ എന്ന് വിളിച്ചാലും ഒന്നുകിൽ നിങ്ങൾ കോൾ ഡ്രോപ്പ് ചെയ്യും, ഒരു ദിവസം കോൾ ഡ്രോപ്പ് ചെയ്തിട്ട് ആദ്യം എന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല അങ്ങനെയല്ല. അതിലേ ഈ രാജ്യം പാസ്സാക്കുന്ന ഒരു മിനിറ്റ് എന്റെ നിയമം എന്താ, എന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കാൻ ചെയ്യും, പിന്നെ എന്നെ പറയാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാം? നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് പോകാം. ശരി, എന്റെ അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് അത് പറയാതിരിക്കാൻ സമ്മതിക്കുക. അനിൽകുമാർ എവിടെ നിന്ന് വരുന്നു വിളിക്കുന്നു? ശ്രീ അനിൽകുമാർ. ഓക്കെ, അനിൽകുമാറിന് എന്ത് തോന്നുന്നു? മനു, ഇത് ഈ പ്രതിഷേധം നമ്മുടെ കേരളത്തിൽ മാത്രമേ കാണുള്ളൂ, നോർത്ത് ഇന്ത്യയിൽ ഒന്നും കാണൂല. കാരണം നാഷണൽ ചാനൽ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്, അവിടുത്തെ ആൾക്കാർ ലഡു വിതരണം ചെയ്യുകയാണ് മുസ്ലിങ്ങള്. മോദിജിക്ക് ജയ് വിളിക്കുകയാണ്. നിങ്ങൾ ഡൗട്ട് ഉണ്ട്, വെച്ച് നോക്കൂ. അല്ല, ഞങ്ങളുടേതായ നാഷണൽ ചാനൽ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ 24 മണിക്കൂർ ഓണാണ്. എന്റെ പുറകിലൊക്കെ കാണുന്നതൊക്കെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഞങ്ങളുടെ നാഷണൽ ചാനലുകളാണ്. ഓക്കെ, ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അത് പ്രസാദ്. ശ്രീ പ്രസാദിന് ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് പ്രസാദ്. ഗുഡ് ഈവനിങ്. ഈ വഖഫ് ബോർഡ്, ഈ ഭാരതം ഒരു മതേതര രാഷ്ട്രമല്ലേ? ഈ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഹിന്ദുക്കളാണ്, നാളെ ക്രിസ്ത്യാനികൾ വരും. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ബോർഡ് വേണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അതല്ലേ ദേവസ്വം ബോർഡ്?
ദേവസ്വം ബോർഡ് വന്നിട്ട് അത് വഖഫ് ബോർഡ് പോലല്ലോ. ദേവസ്വം ബോർഡ് ഒരു കേസുണ്ടാൽ പിന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ പോകാൻ പറ്റുമല്ലോ, വഖഫ് ബോർഡിന് പറ്റുമോ? ഓക്കെ, അത് മാറ്റുകയാണല്ലോ ഇപ്പൊ പുതിയ അമെന്റ്മെന്റിലൂടെ. അത് മാറ്റണം, കാരണം മുസ്ലിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ഭാരതമാണ്, ഇവിടെ വന്ന് ജീവിക്കുന്നവരാണ് ഈ മുസ്ലിങ്ങള്. നേരത്തെ മുസ്ലിങ്ങളൊന്നും ഇല്ലായിരുന്നു. നാളെ ഞാൻ പറയാം, ഞാൻ ഒരു ഹിന്ദു നായർ കാസ്റ്റാണ്, എനിക്ക് എന്റെ കാസ്റ്റിന് ഒരു ബോർഡ് വേണമെന്ന് പറയാൻ സമ്മതിക്കുമോ? അല്ലാതെ അത്തരത്തിൽ പ്രോപ്പർട്ടി നിങ്ങൾ സംഭാവനയായി നന്മകൾക്ക് കൊടുത്താൽ സ്വാഭാവികമായി ബോർഡ് വരേണ്ടി വരുന്ന എനിക്ക് തോന്നണം. ഓക്കെ, നോക്കാം. ശരി ജിതിൻ, മുസ്ലിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ശരി, ഓക്കെ ഓക്കെ. ജിതിൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജിതിൻ. ശ്രീ ജിതിൻ, എന്ത് തോന്നുന്നു? വലിയൊരു പ്രതിഷേധം ഇരുമ്പുമോ അതോ ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിയമമായി മാറുമോ? അല്ല, ഇതിലിപ്പോ മതപരമായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും സമ്പത്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒരു മതപരമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. കാരണം നമുക്ക് ഇപ്പൊ നോക്കിയാൽ തന്നെ കാണാം, ഈ വിഷയം ഇപ്പൊ മുനമ്പം എന്നൊരു വിഷയം നമ്മളവിടെ ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ മുനമ്പം എന്ന വിഷയം നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ മുനമ്പം വിഷയം ഉണ്ടല്ലോ. മുനമ്പത്തിൽ ഇത്രയും കുടുംബങ്ങള് അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കാനായി നിൽക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാണ്. ഞാൻ അടുത്ത നമുക്ക് ഇന്ന് ഇഷ്ടം പോലെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ഏതായാലും ജിതിൻ നമ്മളിപ്പം വീണ്ടും പൊതുവേദിയിലൊപ്പം ചേർന്ന് വന്നത് സന്തോഷം. രാജീവൻ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. തമിഴ്നാട്ടിൽ എവിടെ നിന്നാണ് ശ്രീ രാജീവൻ വിളിക്കുന്നത്? മാർത്താണ്ഡം. ശ്രീ രാജീവൻ, എന്ത് തോന്നുന്നു? ഈ അവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? അവിടെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളില്ല. പക്ഷെ ഇവിടെയുള്ള ക്രിസ്ത്യൻ ബിൽറ്റുകൾക്ക് കംപ്ലീറ്റ് മോഡിക്ക് ഒപ്പമാണ്. കാരണം വഖാഫിന്റെ പ്രശ്നം വലിയ ഒരു പ്രശ്നമായിട്ട് എല്ലാവർക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം വഖാഫ് അറ്റാച്ച് ചെയ്യും എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശിരുന്നിരുന്നാലും പ്രതിപക്ഷത്തിന്റെ ഈ ഫേക്കായിട്ടുള്ള ഇതിന്റെ മോളിൽ നിൽക്കാതെ മോഡിക്ക് ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കോസ്റ്റ്പറ്റുള്ള പുര ആളുകളെല്ലാവരും. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഓക്കെ, ഞാൻ രാജ്യവ്യാപകമായൊരു പ്രതിഷേധം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർത്തിയത്. അപ്പോൾ സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാർ പറയുന്നത് അതിൻ്റെ മുൻ നിയമങ്ങളിലുള്ള പോരായ്മകൾ മറികടക്കും, നിയമത്തിൻ്റെ പേര് മാറ്റുന്നത് വരുത്തി വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും, പിന്നെ അതുപോലെ വഖഫിന്റെ നിർവചനം പുതുക്കും, രജിസ്ട്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തും. കേരളത്തിൽ ഇപ്പോഴുള്ള തർക്കം നമുക്കറിയാം. അതുപോലെ തന്നെ വഖഫ് രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ കാര്യക്ഷമതയുണ്ടാകും, സാങ്കേതിക വിദ്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അജയ് കുമാറിന് എന്ത് തോന്നുന്നു? ഇത് ഒരു രാഷ്ട്രീയ ആയുധമായി പ്രയോജനപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിയുമോ അതോ BJP ഇതിൽ സ്കോർ ചെയ്യുമോ? ആര് സ്കോർ ചെയ്യുന്നത് എന്നുള്ളതല്ലോ വിഷയം. BJP രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം നടത്തി ഇതിനെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. അതിനെക്കൊണ്ട് ഒരിക്കലും അവർക്ക് സാധിക്കത്തുമില്ല. മനസ്സിലല്ലേ? ഇതിനകത്തിൽ ഇപ്പൊ ഇദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു പോയല്ലോ. ഇതിനകത്തിൽ വുമൺസ് റൈറ്റ്, അതായത് ഈ വഖഫ് ബോർഡിന് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കും. നാളെ ഇത് ഒരു പ്രോപ്പർട്ടി വഖഫാണെന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായ എല്ലാ അന്വേഷണങ്ങളിലൂടെ മാത്രമേ അതിനെ വഖഫാണെന്ന് പറയാൻ കഴിയുള്ളൂ എന്ന് തുടങ്ങിയ വളരെ റിഫോംസ് ആയിട്ടുള്ള നടപടികളാണ് ഉള്ളതെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, നമുക്ക് ഇന്ന് നിരവധി പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് അജയകുമാർ നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ശ്രീമതി ജയ, നമുക്ക് നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ട് ഞാൻ പ്രധാനമായും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൊതുവേദി പ്രേക്ഷകരുടെ വിഷയങ്ങൾ അവരുടെ ഒരു അഭിപ്രായമാണെന്ന് കൂടുതൽ കേൾക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ശ്രീമതി ജയ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. താങ്കൾക്ക് എന്തു തോന്നുന്നു? ഈ വിഷയം ഒരു വലിയ രാഷ്ട്രീയ യുദ്ധകാഹളത്തിനൊക്കെ വഴിതെളിക്കുമോ അതോ ഇത് മല പോലെ വന്നത് എലി പോലെ പോകുമോ? മനു, നമസ്കാരം. മനു, നമസ്കാരം. എന്തോ മല പോലെ വന്ന് എലി പോലെ പോകാൻ പറ്റത്തില്ല. നല്ലപോലെ പ്രതികരിക്കണം, പ്രതിഷേധം ഉണ്ടാവണം. ഇതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. ഓക്കെ, ഏതായാലും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. അതിൽ ഒന്നാമതായി അവരുടെ ഒരു പ്രധാന പ്രതിഷേധം മുസ്ലിങ്ങളല്ലാത്തവരെ ഇതിൽ അംഗങ്ങളായി ഉൾപ്പെടുത്താൻ നിർബന്ധിച്ചിരിക്കുന്നു എന്നതാണ്. ഏതായാലും അത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു വിശദീകരണം, അത് ഈ തർക്കങ്ങളിൽ പലരും അമുസ്ലിങ്ങളായ ആളുകളും ഉണ്ട് എന്നതാണ്. ഓക്കെ, മാധവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മാധവൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എങ്ങനെ കണക്കാക്കുന്നു? ഇത് ന്യൂനപക്ഷ സമരങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ രാജ്യത്തെ ആളുകൾ നൽകും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് എങ്ങനെയാണ് ന്യൂനപക്ഷ സമരം ഉണ്ടാവുന്നത്? ഈ വഖഫിന്റെ കടന്നുകയറ്റത്തിനെതിരെയുള്ള 45,000 പരാതികൾ ന്യൂനപക്ഷങ്ങൾ, അതായത് മുസ്ലിങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതായത്
സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഭൂമി വഖഫ് എന്ന് പറയുന്ന ഒരു ഇത് പറഞ്ഞുകൊണ്ട് വലിയ ലാൻഡ് ലോഡുകൾ കൈയടക്കി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് അതിനുള്ള നിങ്ങൾ എങ്ങനെ പ്രതിഷേധം വരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ തമിഴ്നാട്ടിലുള്ള പ്രതിഷേധത്തിന്റെ വിഷ്വൽസ് ആണ് കാണിക്കുന്നത്. വഖഫ് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാനേ വഖഫ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, വഖഫ് നിയമങ്ങൾ അറിയാം. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തർക്കിക്കാനൊന്നും ഞാനില്ല. എന്താ തർക്കിക്കേണ്ടത്? എന്താ അല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ എന്താണ് തർക്കം? അത് കാണിക്കുന്നുണ്ട്. ഞാൻ എതിർക്കുന്നവരുടെ കാര്യവും കാണിച്ചു, അനുകൂലിക്കുന്നവരുടെ കാര്യവും കാണിച്ചു, അവതരിപ്പിക്കുന്നവരെയും കാണിച്ചു, എല്ലാത്തും കാണിച്ചു, എല്ലാം കാണിച്ചാണ്. നിങ്ങൾ എന്തിനാണെങ്കിലും ബഹളം, ഈ അസഹിഷ്ണുത എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മുസ്ലിം ഞങ്ങളെ എന്നെ ഒന്നും നിങ്ങൾ രാജ്യസ്നേഹവും രാഷ്ട്രസ്നേഹവും ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഈ നാടിന്റെ മണ്ണിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടിന്റെ പതാക ഉയർത്തിപ്പിടിക്കണമെന്ന് ശ്രീ മാധവനൊന്നും ഞങ്ങളെ പഠിപ്പിച്ചു തരണ്ട. ഒരു രാഷ്ട്രസ്നേഹം പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് രാഷ്ട്രസ്നേഹമാണ് എന്നെ പഠിപ്പിക്കേണ്ടത്? എന്നേക്കാൾ കൂടുതൽ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ത്യാഗം നിങ്ങൾ ചെയ്തിട്ടുണ്ട്? ഇത് കേട്ടാൽ തോന്നുന്നു എന്തോ ഭയങ്കരമായി തീവ്രവാദികളോട് ഏറ്റുമുട്ടി മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ പ്രഖ്യാപനം പോലെയാണ്. ഞങ്ങൾ തീവ്രവാദികളെ എതിർക്കുന്നു, മറ്റുള്ളവരൊക്കെ തീവ്രവാദികളെ അനുകൂലിക്കും. ഇതുപോലുള്ള ജൽപ്പനങ്ങൾക്കൊക്കെ എന്ത്? ഞാനിവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം രാജ്യത്ത് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളൊരു വിഷയമാണല്ലോ ചർച്ച ചെയ്യുന്നത്, രാജ്യവ്യാപകമായ. നിങ്ങൾ കേൾക്കുന്നേ, ഇത് കേൾക്കാനല്ല ഇത്ര പ്രയാസം. നിങ്ങൾക്ക് നിങ്ങൾ പറയണം, ഞാൻ കേൾക്കാനാണെങ്കിൽ നിങ്ങൾ ശരി ശരി, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യം. നമുക്ക് ഫോൺ വെക്കാം. ഓക്കെ, താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ഒറ്റയ്ക്ക് സംസാരിച്ചോളൂ. ഓക്കെ, ശ്രീ ഉണ്ണി കോട്ടയത്ത് നിന്ന് നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ വിനു. ഹലോ. ശ്രീ ബിനുവിന് എന്ത് തോന്നുന്നു? ഒരു പ്രതിഷേധത്തിന്റെ കളം ഒരുങ്ങുന്നോ അതോ ഒരു സംയമനത്തിന്റെ കളം ഒരുങ്ങുന്നോ? എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? പ്രതിഷേധമൊക്കെ ഉണ്ടാവുമല്ലോ. പ്രതിഷേധം പ്രതിപക്ഷം ഇതൊക്കെ പറയുമ്പോൾ അവരുടെ പ്രതിഷേധം ഉണ്ടാവും. പക്ഷെ അത് വിജയിക്കുമോ, ശക്തി പ്രാപിക്കുമോ? നമ്മള് CAA സമരത്തിലൊക്കെ കണ്ടതാണല്ലോ പ്രതിഷേധം. അതിനൊന്നും വലിയ അർത്ഥമൊന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലായതാണ്. ഇത് വളരെ പുരോഗമനപരമായ ഒരു നിയമമല്ലേ വരുന്നത്. ഇത് പ്രശ്നം രാജ്യത്തിന്റെ എത്രയോ കാലങ്ങളായി ഈ മുനമ്പത്തെ പോലെ എത്രയോ ആളുകൾ നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണ്ടേ? അതിന് പുരോഗമനപരമായ നിയമങ്ങൾ അതാത് കാലങ്ങളിലൊക്കെ ഉണ്ടാവണ്ടേ? അതിനെ പിന്തുണക്കിയല്ലേ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ ചെയ്യേണ്ടത്. അല്ലാതെ ആളുകൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഏതെങ്കിലും വിധത്തിൽ അധികാരത്തിൽ കയറി പറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയല്ലോ വേണ്ടത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രജനീഷ് എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രജനീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഇനി വലിയൊരു വിവാദ വിഷയമാകുമോ അതോ ഇത് രജനീഷ് കേൾക്കാമോ? തീർച്ചയായിട്ടും ഇതൊരു വിവാദ വിഷയമായി മാറും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നതാണോ? കേരളത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, ഉറപ്പായി തീർച്ചയായും. ഈ നിലപാട് ആരും അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറല്ല. ശരി, വ്യക്തമാണ്. ശ്രീ തിലകൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ഇന്ന് നമുക്ക് ഒരുപാട് കോളർമാരുള്ളത് കൊണ്ടാണ്, പ്രത്യേകിച്ച് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളുടെ പ്രതികരണം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ പ്രതിഷേധം താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിന്റെ നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയുടെ അഭൗമ ദിവ്യ സുഗന്ധം, ഒരജ്ഞാത ദിവ്യ സുഗന്ധം. മുസ്ലിം വിരുദ്ധര് നല്ലതല്ല, മുസ്ലിം വിരുദ്ധർ നല്ലതല്ല. ഹിന്ദു എന്ന് പറഞ്ഞവനും വരവനാണ്. ഇവിടെ ദ്രാവിഡരുണ്ടായിരുന്ന ഹിന്ദുക്കളും മനസ്സിലാക്കണം. യെസ്, വ്യക്തമാണ്. പിന്നെ തിലകൻ, നമുക്ക് വീണ്ടും ഒരു ദിവസം സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ നാരായണൻ നായരെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുകയും ചെയ്തു, അങ്ങ് ഹരിയാനയിൽ നിന്നാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ശ്രീ നാരായണൻ നായർ, ഈ ഹരിയാനയിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങ് ഹരിയാനയിൽ എവിടെയാണെന്ന് എന്നോട്, ഹരിയാനയിൽ എവിടെയാണ് അങ്ങുള്ളത്? ഫരീദാബാദ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ 18 കിലോമീറ്റർ, പിന്നെ എയർപോർട്ടിൽ നിന്ന് 39 കിലോമീറ്റർ ദൂരെ. ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവിടെയൊക്കെ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു പ്രതിഷേധം ശക്തി പ്രാപിക്കാനൊക്കെ ഇട ഉണ്ടോ? അതോ അവിടെ ഇപ്പൊ പൂർണ്ണമായ ഒരു BJP അനുകൂല നിലപാട്? എന്നോട് ചോദിക്കാതെ താങ്കളുടെ ന്യൂസ് 18 ഹിന്ദി ചാനൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതിനെ അനുകൂലിച്ച് എത്രയോ ആൾക്കാർ എവിടേക്കോ ഇതിനെ നടത്തുന്നില്ലേ സാർ? ഇന്ന് പ്രതിഷേധം നടത്തുന്നില്ലേ? ഇന്ത്യയിൽ ആകെപ്പാടെ കേരളത്തിലും അഹമ്മദാബാദിലും 2 സ്ഥലത്താണ് എതിരായിട്ടുണ്ടായത്. ബാക്കി ഇന്ത്യ മൊത്തം സാർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിനെ അനുകൂലിച്ചാണ് മുസ്ലിം സംഘടനകളും അവരും ഒക്കെ ചെയ്യുന്നത്.
ഇതിനകത്ത് തെറ്റായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ തിരുത്തണ്ടായ സാറേ. നമ്മുടെ സുപ്രീം കോടതിനും അധികമായിട്ടുള്ള ഒരു നിയമം വേണോ? നമ്മുടെ നിയമവ്യവസ്ഥയെ നമ്മുടെ ഭരണഘടനയ്ക്ക് അതീതമായിട്ടുള്ള ഒരു നിയമം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നമ്മുടെ ഭരണഘടനയിൽ? അതുകൂടെ ഞാൻ ആരുടെയും പ്രശ്നക്കാരല്ല, ഞാൻ ഒരു പാർട്ടിയെ അനുകൂലിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഭരണഘടനയ്ക്ക് അപ്പുറം ഒരു നിയമം നാളെ മുസ്ലിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നാളെ ഹിന്ദുക്കളും ആവശ്യപ്പെടും, ക്രിസ്ത്യാനികളും ആവശ്യപ്പെടും. ഇതെന്തോ ചെയ്യപ്പെടും? അപ്പൊ ശ്രീ നാരായണൻ നായർ പറയുന്നത് അവിടെ കൂടുതലും ഈ നിയമത്തെ അനുകൂലിക്കുന്നവരുടെ ഒരു ഞാനിപ്പോ ന്യൂസ് 18 ഹിന്ദി ചാനൽ കണ്ടോണ്ടിരിക്കുക. സാറിന് അല്ല കാണുന്നത്, ന്യൂസ് 18 ഹിന്ദി ചാനൽ. അത് വളരെയധികം സന്തോഷം നൽകുന്ന ഞങ്ങളുടെ ന്യൂസ് 18 സാറിന്റെ ഓഫീസിലൊന്ന് വെച്ച് നോക്ക്. ഭോപ്പാല്, പിന്നെ ഇറ്റാവ, പിന്നെ നമ്മുടെ അഹമ്മദാബാദ്, ഇൻഡോർ, പിന്നെ UP 3-4 സ്ഥലം, ഇവിടെ എല്ലാം സാർ നോക്ക് എന്തുമാത്രം മുസ്ലിങ്ങളെ ഇറങ്ങി അനുകൂലിച്ച് പ്രക്ഷേപം നടത്തുന്നത്. ഓക്കെ, ഏതായാലും ശ്രീ നാരായണൻ നായർ നമുക്ക് അവിടെ നിന്നുള്ള ഒരു ചിത്രം നൽകിയിരിക്കുന്നു. വളരെ നന്ദി. ഏതായാലും പൊതുവേദി കാണുന്നുവെന്നും ഞങ്ങൾക്കൊപ്പം ഹരിയാനയിൽ ഇരിക്കുന്നുവെന്ന് അറിയുമ്പോഴും വളരെയധികം സന്തോഷം. അവിടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ പതിവ് പോലെ ശ്രീ നാരായണൻ നായരുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേരുകയാണ്. ഗോവയിൽ നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകനുണ്ട്, ശ്രീരാഗ് അല്ലേ? അല്ല, ശ്രീജയൻ. ശ്രീജയൻ ഗോവയിലാണ് അല്ലേ? എവിടെ? പാൻജിമിലാണ്. ഞാനിവിടെ നോർത്ത് ഗോവ. നോർത്ത് ഗോവ. ഓക്കെ, നോർത്ത് ഗോവയിലാണ്. ഓക്കെ, ഞാനിവിടെ മലയാളി അസോസിയേഷന്റെ ഒക്കെ ഒരു പ്രവർത്തകനൊക്കെയാണ്. മലയാളി അസോസിയേഷന്റെ പ്രവർത്തകനാണ്. ഓക്കെ, അപ്പൊ അവിടെയുള്ള മലയാളി അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ ന്യൂസ് 18 കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കണം. അവരെയൊക്കെ ഞങ്ങൾ അന്വേഷണം അറിയിക്കണം. ഒരു കാര്യം മാത്രം ചോദിക്കാനാണ് വിളിച്ചത്. അതായത് നമ്മളിപ്പോ നമ്മുടെ അവതാരകന് ഈ വഖഫ് ബോർഡും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ? ഇല്ല, വ്യത്യാസമുണ്ട്. ഞാൻ അത് ഹിന്ദുക്കളുടെ ഇത് മുസ്ലിങ്ങളുടെ മാത്രമേ പറഞ്ഞ ഉദ്ദേശമുള്ളൂ. വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ അതിന്റെ നടത്തിപ്പ് വഖഫ്, ഞാനിനി അത് വിശദീകരിക്കാൻ നിൽക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. എനിക്കറിയാം, പക്ഷെ താങ്കൾക്ക് അറിയാം, പക്ഷെ താങ്കൾ അതെന്തോ പറയാൻ മടിക്കുന്നു. അത് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ്. ഇല്ല, അതായത് വഖഫ് ചെയ്ത പ്രോപ്പർട്ടിയുടെ മെയിൻ്റനൻസ് ആണല്ലോ ഇതിൽ പ്രധാനമായി വരുന്നത്. അത് ദാനം ചെയ്ത ഭൂമിയാണ്, മറ്റത് ദാനം ചെയ്തതല്ല, അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. ദാനം ചെയ്ത ഭൂമിയോട് ആർക്കും തർക്കമില്ല. ദാനം ചെയ്യാത്ത ദാനമാണെന്ന് പറയുന്ന വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ. അതൊക്കെയാണ് നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ. അപ്പൊ വേണം മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ വരട്ടെ. അതിനെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചത് അവിടെ എങ്ങനെയാണ് അവിടെ, പക്ഷെ പൊതുജനങ്ങൾ അങ്ങയുടെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ ഇതിനോട് അനുകൂലമായ ഒരു നിലപാടാണോ എടുക്കുന്നത്? അനുകൂലം. ഒരു ആവശ്യമായ മാറ്റങ്ങൾ എന്നും വരട്ടെ, വന്നോട്ടെ, രണ്ട് കൈ സ്വീകരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. യെസ്, ഓക്കെ, വ്യക്തമാണ്. അബ്ദുൽ കലാം സലാം മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അബ്ദുൽ സലാമിന് എന്ത് തോന്നുന്നു? ഇത് എങ്ങനെ പര്യവസാനിക്കും ഈ തർക്കം എന്നാണ് അബ്ദുൽ സലാം കരുതുന്നത്? ഈ നിയമം ആവശ്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വഖഫ് യൂസർ എന്ന് പറയുന്ന ഒരു പരിപാടി ഈ വഖഫിലുണ്ട്. അതായത് ഒരാള് ഒരു ഏതെങ്കിലും ഒരു വ്യക്തി കുറച്ചു നാൾ ഒരു സ്ഥലം നിഷ്കരിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് വഖഫ് ചെയ്യാം. അതായത് ന്യൂസ് 18 ഓഫീസിൽ കയറി ഒരാൾക്ക് കുറച്ചുനാൾ നിഷ്കരിക്കാൻ അവകാശം കൊടുത്താൽ ന്യൂസ് 18 ആ ഓഫീസും ബിൽഡിങ്ങും വഖഫാണെന്നും പറഞ്ഞ് നാളെ പേപ്പർ തന്നാൽ നിങ്ങളുടെ മുതലാളിക്കോ മാനേജ്മെന്റിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വഖഫ് ഭൂമി തന്നെയാണ്. നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റൂല, നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റൂല. അത് ശരിയാണോ? ഓക്കെ, അപ്പൊ അതിനെതിരെയാണ്. ഓക്കെ, അപ്പൊ ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഓക്കെ, അല്ല ഞാൻ അതിലൊരു അഭിപ്രായം പറയല്ലോ. എനിക്ക് സമ്മതിച്ചു, ഞാനത് അതിനെ എതിർക്കുന്നില്ല, ഞാനത് സമ്മതിച്ചെന്നേ. ഓക്കെ, ശരി, നമുക്ക് വഖഫ് നിയമത്തെ കുറിച്ചല്ല ഞാൻ പ്രധാനമായി ഇത് അതെ, നമുക്ക് വഖഫ് നിയമത്തെ കുറിച്ചുള്ള ചർച്ചകൾ അവിടെ വരട്ടെ. ഓക്കെ, സമ്മതിച്ചു. ശരി, നമുക്ക് ഒരു പ്രേക്ഷകൻ ഛത്തീസ്ഗഡിൽ നിന്ന് കാത്തു നിൽക്കുന്നു. ഞാനിത് പ്രധാനമായി അറിയാൻ ആഗ്രഹിക്കുന്നത് വഖഫിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കോ തർക്കത്തിനോ അല്ല. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം അംഗീകരിക്കേണ്ട ബാധ്യത എനിക്ക് ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഇത് രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് വഴിതെളിക്കുമോ? അങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറയുമ്പോൾ അത് എത്രമാത്രം വിജയിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം. സുരേഷ് എന്നോടൊപ്പം ചേരുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ്. ശ്രീ സുരേഷ്, ഛത്തീസ്ഗഡിൽ എവിടുന്നാണ് വിളിക്കുന്നത് ശ്രീ സുരേഷ്? ഞാൻ ബിലായ് എന്നാണ് വിളിക്കുന്നത്. ബിലായ്. ഓ, അത് വലിയ ഒരു നമ്മുടെ എന്താ പറയുക നിർമ്മാണ കേന്ദ്രമാണ് ബിലായ്. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഉരുക്ക് ശാലകളൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ?
ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഒക്കെ എവിടെയുണ്ട്? അപ്പൊ ഈ സ്റ്റീൽ പ്ലാന്റുമായൊക്കെ ബന്ധപ്പെട്ടാണോ സുരേഷ് കുമാർ? ഞാൻ ടൗൺഷിപ്പിൽ തന്നെ ഇവിടെ അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ ഒരു ചെറിയ കടയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം അവിടുത്തെ കൂടുതലും മലയാളികൾക്കും ഒക്കെ ആയി നല്ല അടുപ്പമുള്ള ആളാണ്. പിന്നെ കട ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെ ആയിട്ട് സംവാദിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ സുരേഷിന്റെ ഒരു ശ്രീ സുരേഷിന്റെ ഒരു പ്രതികരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ വഖഫ് വിഷയം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. അതിലുപരി ഞാൻ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഈ ഒരു വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ നിയമം വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ മുസ്ലിം ജനവിഭാഗത്തിന് കൂടി നല്ലതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് ഇവിടെ അത്തരത്തില് ഇത് ഇങ്ങനൊരു ആഗോളതലത്തിൽ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഉള്ളതായിട്ട് എന്റെ ഒരു ഇതിൽ കാണുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് നല്ല ഒരു ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഒന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ എനിക്ക് മനുവിനോട് വ്യക്തിപരമായിട്ടൊരു കാര്യം കൂടി, ഞാൻ കുറെ നാളുകളായിട്ട് ഈ ഒരു ന്യൂസ് 18 പരിപാടി കാണുന്നതാണ് പൊതുവേദി. പക്ഷെ നമ്മള് എന്തോ എനിക്കറിയില്ല, എനിക്ക് എന്റെ തെറ്റായ അഭിപ്രായമാണെന്ന് അറിയില്ല, ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് താങ്കളുടേതായ ഒരു നിഗമനം കാണും. പക്ഷെ അതിനെതിരായിട്ട് പറയുമ്പോൾ താങ്കൾ അത് എന്തോ എനിക്കറിയില്ല, ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. നിഗമനമാണ്, ഒരു ഉദാഹരണം പറയാമോ? എന്താ ഈ ഒരു വിഷയത്തിൽ തന്നെ ഒന്ന് രണ്ട് ഇത് പറഞ്ഞു. അതാണ് അവിടെ ഒരു പ്രശ്നം. ഞാൻ സുരേഷ് കുമാറിന് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് മനസ്സിലായതുകൊണ്ട് ഒന്ന് തിരുത്താൻ ശ്രമിക്കും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ എന്നതാണ്. അപ്പൊ ശ്രീ സുരേഷ് കുമാർ അതാണ് ഞാൻ പറയുന്നതും കൂടി അങ്ങ് കേൾക്കണം, അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പൊ അങ്ങ് ഇപ്പൊ അതിനൊരു മറുപടി പറഞ്ഞു, ഞാൻ രാജ്യവ്യാപക ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് വെച്ചാൽ. അപ്പൊ അങ്ങ് അതിന് കൃത്യമായ അങ്ങയുടെ ഒരു അനലൈസേഷൻ, ഞാനിങ്ങനെ കട നടത്തുന്ന ആളാണ്, എനിക്ക് ഇത്ര ആളുകളെ ബന്ധമുണ്ട്, എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ആളുകൾ ഈ സംവാദത്തെ മാറ്റി എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? ഇത് വഖഫിനെതിരോ അനുകൂലമോ ആണ് എന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ, ഈ ചർച്ചയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പം അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് വല്ലാതെ ഇത് അകന്നു പോകും. മാത്രമല്ല, എൻ്റെ നിയമം എന്നെ എന്ത് പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കൂട്ടായ കുറേ കാര്യങ്ങൾ ആളുകൾ പറയുന്നു, അതിൽ നിന്ന് ഞാനും പഠിക്കുന്നു, ചിലപ്പോൾ വേറെ ആളുകളും പഠിക്കുന്നു, ചിലപ്പോൾ എൻ്റെ ഇത് തെറ്റായിരിക്കാം. അപ്പം നമ്മളൊരു വിഷയം എടുത്താൽ അതിലേക്ക് ഒതുങ്ങി ആ കാര്യം പറയുമ്പോൾ ഞാൻ സുരേഷ് കുമാറിന് എത്ര നേരം വേണമെങ്കിലും അവസരം തരും. പക്ഷെ അതല്ലാതെ ആദ്യം തന്നെ അവരങ്ങ് തീരുമാനിക്കുകയാണ് മനു ഭരത് വഖഫിനെതിരാണ്, വഖഫ് നിയമ ഭേദഗതിക്കെതിരാണ് എന്ന് തീരുമാനിച്ചിട്ടാണ് എന്നോട് ശത്രു. ഞാൻ പറഞ്ഞു ഞാൻ വഖഫ് ഭേദഗതി നിയമത്തിനെതിരാണ്, അനുകൂലമാണെന്ന് ഞാൻ പറഞ്ഞു, നിയമമാണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വലിയ പ്രതിഷേധം വരും എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാത്ത ആളുകളെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ശ്രീ സുരേഷ് കുമാർ, ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നാണ്, BJP-കാരുടെ വിചാരം ഞാൻ BJP വിരുദ്ധനാണ്, സംഘവിരുദ്ധനാണെന്നാണ്, കോൺഗ്രസ്സുകാരുടെ വിചാരം ഞാൻ കമ്മ്യൂണിസ്റ്റോ BJP-യോ ആണെന്നാണ്. അപ്പം ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, എനിക്ക് നമ്മുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ രാംദാസ് അത്തേവാലയുടെ പാർട്ടിയായി പോലും ഒരു ബന്ധമില്ല, അങ്ങനെ രാഷ്ട്രീയ ബന്ധമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം മുൻകൂട്ടി കണ്ട് ചിലരെങ്ങനെയാണ് വിചാരിക്കുന്നത് എന്തെന്നറിയാമോ? ഇപ്പോൾ ശ്രീ സുരേഷ് കുമാറിനോട് ഞാൻ ഇത്രയും സംസാരിച്ച് നമ്മൾ ഛത്തീസ്ഗഡിൽ ഇത് വിളിച്ചുകൊണ്ട് കുറച്ചേരം സംസാരിക്കാമെന്ന് വരും. ചില ആളുകളുടെ വിചാരം അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കും. അപ്പോൾ അവരുടെ വിചാരം മാധ്യമങ്ങളെല്ലാവരെയും അറ്റാക്ക് ചെയ്യണം. അങ്ങനെയല്ല, അങ്ങനെ ഒരു താല്പര്യം BJP നേതൃത്വത്തിനില്ല. അവർക്കറിയാലോ, വിമർശിക്കുന്നവരുണ്ടാകാം, അനുകൂലിക്കുന്നവരുണ്ടാകാം. തീർച്ചയായിട്ടും ഞാനൊരു RSS BJP പ്രവർത്തകനാണ്. പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾ വിലയിരുത്തുന്ന കൂട്ടത്തിലാണ്. ഞാൻ പറഞ്ഞൊരു പൊതുവേദിയാണ്, പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവർക്ക് അവസരം കൂടുതൽ കൊടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് എന്റെ സൈഡിൽ നിന്നുള്ളത്. അല്ലാതെ കാരണം നിങ്ങളുടെ നിഗമനത്തെക്കാൾ ഉപരി പൊതുജനത്തിന്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കുക, അത് എന്നുള്ള ഒരു അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. അതാണ്. അപ്പൊ നമ്മളിപ്പോ അങ്ങക്ക് ഞാൻ അങ്ങ് RSS-കാരനാണെന്ന് പറഞ്ഞു, ഞാനിപ്പോ അങ്ങയെ എതിർത്തില്ലല്ലോ. അങ്ങക്ക് പറയാനുള്ള മുഴുവൻ പറയാം, പക്ഷെ അത് വിഷയത്തിലാകണമെന്ന് മാത്രമേ. രാഷ്ട്രീയ ലക്ഷ്യം കാണും, അത് അവരവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ നമ്മൾ പൊതു അഭിപ്രായം പറയുമ്പോൾ അതിന്റെ പൊതുവായ കാര്യം തന്നെ പറയണം. അല്ല ഞാൻ RSS-കാരനായതുകൊണ്ട് RSS ആണ് ശരി, മറ്റൊന്നും ഇതല്ല. അല്ല, ആർക്കും RSS-കാർക്ക് അഭിപ്രായം പറയാം, BJP-ക്കാർക്ക്. ഇതിൽ പല ആളുകളും എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്നെ തിരുത്താൻ നോക്കുക എന്നുള്ളതല്ലല്ലോ ഇവിടെ കാര്യം. അവർക്ക് പറയാനുള്ളത് പറയാമെന്ന്. ഇതിൽ ആദ്യം തന്നെ ചോദിക്കും മനുവിൻ്റെ അഭിപ്രായം എന്താണ്. അപ്പോൾ ഞാൻ പറയും എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴേക്കും ചാടി അങ്ങ് വീഴണം. നിങ്ങളുടെ അഭിപ്രായം ഇതിനെതിരാണ്, നിങ്ങളുടെ അഭിപ്രായം RSS-നെതിരാണ്, നിങ്ങളുടെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, നിങ്ങൾ കോൺഗ്രസിന് എതിരാണ്, നിങ്ങൾ വർഗീയവാദിയാണ്, നിങ്ങൾ ഫണ്ടമെന്റലിസ്റ്റാണ് എന്ന് പറഞ്ഞിങ്ങനെ ചാടിക്കടിക്കാൻ വന്നാൽ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഫണ്ടമെന്റലിസ്റ്റ് ആണെന്ന്? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന്? അപ്പൊ പിന്നെ ആളുകൾ അങ്ങനെ തീരുമാനിച്ചു വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏതായാലും ശ്രീ സുരേഷ് കുമാർ നമ്മുടെ പൊതുവേദിയുടെ ഏതായാലും ശ്രീ സുരേഷ് കുമാർ നമ്മുടെ പൊതുവേദിക്കൊപ്പം ഉണ്ട് എന്ന് അറിഞ്ഞാൽ സന്തോഷം. ഇത് വലിയൊരു സത്യത്തിൽ അങ്ങ് RSS-കാരനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയം, അതല്ല, അങ്ങ് ഛത്തീസ്ഗഡിൽ ഇരുന്ന് ഈ പരിപാടി കാണുന്നു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഒരു അഭിമാനം വളരെ വളരെ വലുതാണ്. കാരണം അത് സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. ഓക്കെ,
ഏതായാലും സുരേഷ് കുമാറിനും കൂട്ടുകാർക്കും ഒക്കെ എൻ്റെ ആശംസകൾ. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ശ്രീ മധുസൂദനൻ. ശ്രീ മധുസൂദനൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീ മധുസൂദനൻ പൊതുവേദിയിലേക്ക് മുമ്പൊരിക്കൽ വിളിച്ചിട്ടുണ്ട്, പക്ഷെ കുറേ കാലത്തിനിടയിൽ ഞാൻ പിന്നെ ഈ പേര് കേട്ടില്ല, അല്ലേ? ഇല്ല ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം മുമ്പ് വിളിച്ചു ഒരിക്കൽ, പക്ഷെ പിന്നെ എന്ത് പറ്റി? പൊതുവേദിയെ മറന്നു? മറന്നിട്ടല്ല, ഞാൻ ദിവസം നിങ്ങളെ ഈ പരിപാടി കാണാറുണ്ട്, വിളിക്കാറില്ല, അത്രേ ഉള്ളൂ. സന്തോഷം. അത് ഏതായാലും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നറിയുന്നത് തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് അതുകൊണ്ടാണ് നമ്മുടെ പല കേരളത്തിന് പുറത്തുള്ള പല ആളുകളും എന്നോട് പറഞ്ഞു അവർക്ക് ഈ പൊതുവേദിയിൽ പ്രതികരിക്കാൻ ഒരു അവസരം വേണം. കാരണം പലപ്പോഴും നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ധാരാളമുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ തുരിതുരേ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ജാമാകുന്നു. അപ്പോൾ അവർക്കങ്ങനെ പ്രത്യേകിച്ച് ഈ കേരളത്തിന് പുറത്തുള്ളവർക്ക് നമ്മുടെ നാടിനെ കുറിച്ച് പറയാനും സംവദിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. അപ്പോൾ അത് അവർക്കും കൂടി ഒരു പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ട് കൂടുതലും നമ്മൾ ഈ കേരളത്തിന് പുറത്തുള്ള നമ്മുടെ മലയാളികളുമായിട്ട് സംവദിക്കാം. അത് പറയുന്നത് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. അതാണ്. അപ്പോൾ അങ്ങേപ്പോലുള്ളവർ ഇത് കേട്ട് മിണ്ടാതിരിക്കുമ്പോൾ അപ്പോൾ ഇതിനൊരു അവസരം അങ്ങേ കൂടി ഇതിനൊക്കെ നമ്മുടെ ഭാഗമാക്കുക എന്നുള്ളത് അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ശ്രീ മധുസൂദനൻ, അവിടെ ഇപ്പം ഈ വഖഫ് ബില്ലിൻ്റെ പ്രതിഷേധം ഇപ്പോൾ തമിഴ്നാട്ടിൽ ചിലയിടത്ത് വന്നു, ചിലയിടത്ത് അനുകൂലിച്ച് വരുന്നു. മുസ്ലിംകൾ വിഭാഗങ്ങൾ ഉൾപ്പെടെ ലഡു വിതരണം ചെയ്യുന്നതിൻ്റെ വാർത്തകൾ വരുന്നു, ചിലയിടത്ത് എതിർക്കുന്നതിൻ്റെയും വാർത്തകൾ വരുന്നു. അങ്ങ് ബാംഗ്ലൂരിൽ ഇരിക്കുന്ന ആ സ്ഥലത്തിന് പരിസരത്തൊക്കെ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട്? അങ്ങ് അവിടെ മലയാളികളൊക്കെ ആയിട്ട് സംവദിക്കുന്ന ആളായിരിക്കുമല്ലോ, അവരൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതെ, ഇവിടെ ഈ ചുറ്റുപാടിലായിട്ടൊന്നും ഇപ്പൊ വലിയൊരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ അതിനൊക്കെ കുത്തിപ്പൊന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആൾക്കാരുണ്ടാവും. അത് ചിലപ്പോ ചെയ്തിട്ട് വരാം, അത്രയൊക്കെ ഉള്ളൂ. ഇത് വളരെ വളരെ നല്ലൊരു ബില്ലല്ലേ? വളരെ അന്യായമായ ഒരു സംഗതിയാണത് ആ വഖഫ് എന്ന് പറയുന്ന ആ ബോർഡിനെ കൊണ്ട് രാജ്യത്ത് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെതിരെ ഒരു ബില്ല് വരിക, അത് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് വരെ വളരെ ഉപകാരപ്പെടുന്നതാണെന്നാണ് എന്റെ ഒരു നിഗമനം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നമുക്ക് ഒരു പ്രേക്ഷകൻ സൗദി അറേബ്യയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശ്രീ കനകൻ. ശ്രീ കനകൻ സൗദി അറേബ്യയിലാണ് അല്ലേ? ശ്രീ കനകൻ കേൾക്കാമോ? കേൾക്കാൻ പറ്റും. യെസ്, താങ്കൾ സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാസികൾ ഞങ്ങളുടെ അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും അർഹിക്കുന്നവരാണ്. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അവർ കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പൊതുവേദിയിലൂടെയാണ്. നമ്മുടെ അബ്ദുൾ റഹ്മാൻ എന്നൊക്കെയുള്ള പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. പക്ഷേ കുറച്ച് ദിവസം അദ്ദേഹം ഒന്നും വിളിക്കുന്നില്ല, പലർക്കും ഇത് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. ഏതായാലും ഇന്ന് ശ്രീ കനകനുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അങ്ങ് സൗദി അറേബ്യയിലാണ്, അവിടെ എന്ത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഡ്രൈവിംഗ്. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ പ്രവാസി കുടുംബത്തിലെ ഒരു കരുത്ത് സ്ഥിരമായിട്ട് ഈ ചാനൽ കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ വിളിച്ചതാണ്. ഇതിന് മുന്നേ വിളിച്ചത് ക്രിക്കറ്റിനെ പറ്റി ചർച്ചയുള്ള ദിവസമാണ് വിളിച്ചത്. അത് ശരി, ഓക്കെ. അത് വളരെ സന്തോഷമുള്ള കാര്യം. ഞാൻ ചോദിക്കുന്നത് ഈ തർക്കവും ബഹളവും ഒക്കെ അവിടെ മലയാളികൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ടോ? ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് രാജ്യം വീണ്ടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചതല്ല. കാരണം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനുള്ള വിവരം എനിക്കില്ല. ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയല്ല, പിന്നെ ക്രിക്കറ്റിനെ പറ്റി അന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ സഹപ്രവർത്തക അവർണ ഇപ്പോൾ ചാനലിലില്ലേ? ഉണ്ടല്ലോ. അല്ല, മുമ്പ് BJP ഭരണത്തിൽ വന്ന മൊട്ടയടിക്കൂന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ മൊട്ടയടിച്ച് കണ്ടില്ല. അത് ഞാൻ പറയാം, അവരോട് പറയാം. മൊട്ടയടിക്കണം എന്നാണ് താങ്കൾ ഇതുവരെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അതൊരു തമാശക്ക് പറഞ്ഞായിരിക്കും കേട്ടോ. ഒരു വ്യക്തി എന്ന നിലയിൽ ചോദിച്ചതാണ്. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു, ഞങ്ങളൊക്കെ പറയുന്നത് മുട്ട അടിക്കണ്ടെന്നാ പറയുന്നത്. ഏതായാലും താങ്കൾ ഇത് ഓർത്തിരിക്കുന്നില്ല, അവരുടെ വിചാരിച്ചത് എല്ലാവരും മറന്നുപോയെന്നാണ്. ഓക്കെ, അല്ല, ഒരു സെക്കൻഡ്. മുട്ടയടിക്കുന്നില്ല, മുടിയുടെ ഒരു അറ്റയെങ്കിലും മുറിച്ച് കാണിക്കണമായിരുന്നു. ഒരു വാശിക്ക് ഞാൻ വാക്ക് പാലിച്ചെന്ന് പറയാം അല്ലേ? ഞാൻ പറഞ്ഞു നോക്കാം കേട്ടോ. പക്ഷെ മുട്ടയടിച്ച പാവത്തിന് നമ്മള് ഒരു ചാനലിലുള്ള അവതാരികല്ലേ, പരസ്യമായിട്ട് പറയുമ്പോൾ നമ്മളെ പോലത്തെ കൂട്ടർ വാച്ച് ചെയ്യുന്നല്ലേ? ശരി, അത് ശരിയാ. ഞാനത് അംഗീകരിച്ചു. അങ്ങ് പറയുന്നത് ഞാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു നോക്കാം. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ക്രിക്കറ്റിന്റെ ചർച്ചയുള്ള ദിവസവും എനിക്കത് പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് സാധിച്ചില്ല അന്ന്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ദുബായിൽ നിന്ന് സൗദിയിൽ നിന്നാണ് വിളിച്ചത്. അവിടെ നമ്മുടെ ഒരു പ്രേക്ഷകനാണ് ശ്രീ കനകൻ. ഓക്കെ, സന്തോഷം. ഏതായാലും അങ്ങ് ഇത് വിളിച്ചതിലും അഭിപ്രായം പങ്കുവച്ചതിലും സന്തോഷം. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ഡേവിഡ് വിജയും നമ്മുടെ ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ്. ശ്രീ ഡേവിഡ് വിജയ്ക്ക് എന്ത് തോന്നുന്നു? ഇത്
ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ, അതോ രാഷ്ട്രീയ നേട്ടമാക്കാൻ BJPക്ക് കഴിയുമോ? രാഷ്ട്രീയം ചിന്തിക്കരുത് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ വഖഫ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനെതിരെ ഞാൻ ഗുജറാത്തിൽ ഇരിക്കുമ്പോൾ ജാംനഗറിൽ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹിബ് ഉണ്ട്. അവിടെ നാടൻ മുട്ട മേടിക്കാൻ പോകുന്നതാ ആ ജാംനഗർ മാർക്കറ്റില്. അപ്പൊ അദ്ദേഹം എന്താ ഞങ്ങൾ വളരെ നല്ല ഫ്രണ്ട്സാണ്. അതിന്റെ മുമ്പിൽ തന്നെ വഖഫ് ബോർഡ് ബിൽഡിംഗ് വേണ്ടി കാണാറുണ്ട്. ഇത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് പോലും ഈ സംഭവം കൊണ്ട് ഒരു പ്രയോജനമില്ല. എത്രയും ഭൂമി അവർ കൈവശം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാനൊരിക്കൽ അതോടായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു വളരെ ഒരു ലോവർ മിഡിൽ ക്ലാസ് പാവപ്പെട്ട ആൾക്കാർ കടയുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞാൽ കേരളത്തിലും മുസ്ലിങ്ങൾ പഠിക്കുന്നു. അവിടുത്തെ ആൾക്കാർ ഭാഷ അതുപോലെ ജില്ലയിലെ സെക്രട്ടറി മുഹമ്മദ് ഇവരൊക്കെ അങ്ങനെ പലരുടെ പേരുകളും പറഞ്ഞു. അപ്പൊ അയാൾ ആ വൃദ്ധൻ സങ്കടത്തോടു കൂടി പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സൗകര്യം ഇല്ല. അതാണ് ഇവിടത്തോട് വന്നത്. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിത്തീരാൻ പറ്റില്ല, എഡ്യൂക്കേഷന് പോകാനും ഒന്നും. ഈ വഖഫ് ബോർഡ് കൊള്ളാമായിരുന്നു. ഇത്ര ഈ ഭൂമിയിലൊക്കെ അധിവസിച്ച് മര്യാദയ്ക്ക് ഒരു താമസിച്ചൂടെ? രാജസ്ഥാനിലും ഒരു ദർഗയുടെ മെയിൻ ക്രിസ്റ്റി അതോടെ മുഴുവൻ പേരും പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇത് കൈവശം വെച്ചുകൊണ്ട് പലരും ദുരുപയോഗം ചെയ്യാൻ വൻതര വാടകയ്ക്ക് കൊടുത്തിട്ട് വഖഫ് ഭൂമി അനുസരിച്ച് ഒപ്പിട്ട് മേടിച്ച് ഇവർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പോലും ഇതിന്റെ അകത്ത് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ നോമിനി വേണം, അന്യവ്യവസ്ഥകളുടെ നോമിനി വേണം. ഇതിന് വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നിറയെ പ്രേക്ഷകർ ഒന്ന് കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പ്രധാനമായും ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇന്ത്യ സ്ഥാപനമുണ്ട് ക്രിസ്ത്യാനികളുടെ, ഞങ്ങളുടെ കത്തോലിക്കരുടെ. അവിടെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ നോമിനി വന്ന് നോക്കുന്നുണ്ട്. അല്ല, ഞാൻ അതിന്റെ ശരിതെറ്റുകളിലേക്കല്ല, നമ്മളത് ധാരാളം ചർച്ച ചെയ്താണല്ലോ. ഞാൻ ഇത് ഒരു പ്രതിഷേധമാകുമോ എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിച്ച്. കാസർഗോഡ് നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കിപ്പം ചേരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രസാദ്, ശ്രീ പ്രസാദ്. ശരി, ഓക്കെ. രാജൻ കുമിളിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജൻ. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ ചോദിക്കുന്നത് ഇതൊരു വലിയ പ്രതിഷേധത്തിന് വകവെക്കും എന്ന് പറയുന്നതിൽ നിങ്ങളും ചാനലുകാരും ഈ നാട് മൊത്തം പ്രതിഷേധിക്കണം. എങ്കിൽ മാത്രമേ BJPക്ക് കേരളത്തില് എന്തെങ്കിലും മുന്നോട്ട് വളരാൻ. ഞങ്ങൾ താങ്കളോട് പറഞ്ഞു ഞങ്ങൾ BJPക്ക് എതിരാണെന്ന് ന്യൂസ് 18 പ്രഖ്യാപിച്ചോ? താങ്കൾ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു? അതെ, നല്ല കാര്യം. അല്ല, അങ്ങനെ താങ്കൾ എങ്ങനെ കണ്ടുപിടിച്ചു ഞങ്ങൾ ഈ പാർട്ടിക്ക് എതിരാണെന്ന്? താങ്കൾ എങ്ങനെ കണ്ടുപിടിച്ചു? എനിക്ക് അറിയണമല്ലോ. താങ്കൾ ഇങ്ങനെ വന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്കെതിരാണ് അങ്ങനെ. താങ്കളോട് ആരാ പറഞ്ഞു ഞങ്ങൾ താങ്കൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? എനിക്ക് വളരെ വലിയൊരു സംശയമുണ്ട്. നിങ്ങളൊക്കെ സത്യത്തിൽ ഈ പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളുകളാണോ? കാരണം പലപ്പോഴും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളോട് ആരാ ഇത് പറഞ്ഞു തന്നത്? നിങ്ങളുടെ പ്രാന്ത പ്രചാരക പറഞ്ഞു തന്നോ ഇങ്ങനെ അമേരിക്കയിലോ അല്ല ജീവിക്കുന്നത്? പിന്നെ നിങ്ങൾക്ക് ആരാണ് എങ്ങനെ കിട്ടി? എങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയത്? അതാ ഞാൻ ചോദിക്കുന്നത്. അത് പറയാനുള്ള ഒരു ഉത്തരവാദിത്വമില്ലേ? അത് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ഞങ്ങൾ ഇതാണ് മനസ്സിലാക്കാൻ കാരണം ഇന്ന് ഇങ്ങനെ പറഞ്ഞത്. ശരി ശരി, അങ്ങേ പിന്നെ എനിക്ക് അങ്ങയോടൊന്നും പറയാനില്ല. ഒരാളെ അങ്ങ് ശത്രുവായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുക, എന്നിട്ട് അതിലെന്തോ വലിയ നേട്ടം കൊയ്യുന്നവൻ. നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത് ഞങ്ങൾ BJPക്ക് എതിരാണെന്ന്? അങ്ങനെ നിങ്ങളെ പോലെ എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകളെ ഞാൻ നേരിടുന്നു. ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുന്നവരുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്, തീവ്രവാദിയാണെന്ന് പറയുന്നവരുണ്ട്, സംഘ പ്രവർത്തകനാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ആരോപണങ്ങൾ ഒരു ദിവസം നേരിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവർ വിരട്ടങ്ങ് വിരട്ടിയാൽ അങ്ങനെ ഇയാൾ പേടിച്ചു പോകുമെന്ന് ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എടുക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ശരിയെന്ന് തോന്നുന്നിടത്ത് നിങ്ങളെ നല്ല ശക്തമായി പിന്തുണയ്ക്കുകയും അത് എന്റെ വ്യക്തിപരമായ നിലപാടാണ്. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നന്നതുകൊണ്ടാണ് ഞാൻ ഈ കുപ്പായി വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ശരി, പിന്നെ കാണാം. ഓക്കെ, അടുത്ത പ്രേക്ഷകനിലേക്ക് ഹനീഫ. ശ്രീ ഹനീഫ നമുക്കൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്നാണ്. ഹനീഫ മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മലപ്പുറം എടപ്പറ്റയിൽ നിന്നാണ്. എടപ്പറ്റ. ശ്രീ ഹനീഫയ്ക്ക് എന്ത് തോന്നുന്നു? വലിയ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്, പക്ഷേ അത്രമാത്രം പ്രതിഷേധം ഉണ്ടാകും എന്ന് കരുതേണ്ടതുള്ള ആഹ്വാനത്തിനും സാധ്യത വളരെ കുറവാണ്. അതെയോ? എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്, രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥ വഖഫ് ബില്ല് മാത്രമല്ലല്ലോ. അരക്ഷിതാവസ്ഥ ഇന്ന് എല്ലാ മേഖലയിലും ഇന്ന് മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയില്ല. അതിലൊന്നും കൂടെ മുറിവില്
മുളക് തേക്കുക എന്നത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ശരി, വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ബാലചന്ദ്രൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ബാലചന്ദ്രൻ, നമ്മൾ പ്രധാനമായി ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കും എന്നതാണ് ഞാൻ പ്രധാനമായും ഉറ്റുനോക്കിയത്. ഏതായാലും താങ്കൾ കൊല്ലത്തുനിന്ന് വിളിച്ചു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? പ്രതിഷേധം കനക്കും അതോ പ്രതിഷേധം തണുക്കും? മല പോലെ വന്ന് എലി പോലെ പോകും, അല്ല ഇതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ കൃഷ്ണകുമാറും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് പറയാനാകും? നമ്മള് വകുപ്പ് ബില്ലിന് ഭേദഗതി വരുന്നതിന് വളരെ യോജിപ്പാണ്. അങ്ങനെ ഒരു ബില്ല് വകുപ്പ് നിയമം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല ഇന്ത്യയിൽ. ശരി, യെസ്, വ്യക്തമാണ് താങ്കളുടെ. ഞാൻ പ്രധാനമായും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഈ പ്രതിഷേധം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അലക്സ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് കേട്ടോ, ദുബായിൽ നിന്ന് വിളിക്കുന്നത് കുറേ ആയി. പക്ഷേ അലക്സ് പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് സ്ഥിരം പ്രേക്ഷകനാണെന്നൊക്കെ എന്നോട് പറഞ്ഞു, അല്ലേ? അതെ 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 സ്ഥിരം പ്രേക്ഷകനാണ്, കിട്ടാറില്ല, വിളിക്കുമ്പോ കിട്ടാറ്. ഓക്കെ, യെസ്. അപ്പൊ ഏതായാലും ഇന്ന് അലക്സിന് എന്ത് തോന്നുന്നു? അലക്സ്, വലിയ പ്രതിഷേധമൊക്കെ ഇത് ഉണ്ടാകുമോ? എന്താ തോന്നുന്നത്? അത് രാഷ്ട്രീയ പാർട്ടികളുടെ സൈഡിൽ നിന്ന് പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് കിരൺ റിജിജു തന്നെ അദ്ദേഹം കോട്ട് ചെയ്ത 3 കേസുകളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കോട്ട് ചെയ്ത 3 കേസുകൾ. അതിലൊന്ന് കേരള ഹൈക്കോടതിയിലാണ്, അടുത്തത് മധ്യപ്രദേശിലെ, അടുത്തത് രാജസ്ഥാൻ. ഈ 3 കേസുകളിലും ഒപ്പോണന്റ് ആയിട്ട് വന്നിട്ടുള്ളത് മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാനത് എവിടെയോ വായിച്ചതാണ്, അതിനകത്ത് വഖഫ് ബോർഡിനെതിരെ വന്നിട്ടുള്ള കേസുകളിൽ 80% മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ട്രിപ്പിൾ തലാഖ് പോലെ തന്നെ ഈ ഒരു ഭേദഗതി കൊണ്ടും അതിന്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ പോകുന്ന മുസ്ലിം സമൂഹത്തിന് തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഭേദഗതി ആദ്യമായിട്ടല്ല വരുത്തുന്നത്. പലതവണ ഭേദഗതി ചെയ്താണ്. 95-ൽ ഭേദഗതി ചെയ്തു, അല്ലേ? 95 നിയമം വന്നതിന് ശേഷം 5-ൽ കൂടുതൽ തവണ ഓൾറെഡി ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അനുകൂലമായൊരു നിലപാടുണ്ടാകുമെന്നാണ് താങ്കൾ ചോദിക്കുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു കച്ചിത്തുരുമ്പിനെ പിടിച്ചു കയറാൻ വേണ്ടി നോക്കുന്നു. കാരണം അവരുടെ പൊസിഷൻ വളരെ മോശമാണ്. അല്ലാതെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. യെസ്, അലക്സ് ആണ് നമുക്കൊപ്പം ചേർന്ന്. അലക്സ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഓക്കെ, അത് വേറെ ഞാൻ സംഘിവേദിയാണ്, ഞാൻ RSSകാരനാണോ എന്നുള്ള ആക്ഷേപവുമായി വേറൊരു അബ്ദുൾ റഹ്മാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ എല്ലാ ദിവസവും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ എന്തു പറഞ്ഞാലും ആദ്യം തന്നെ ഈ കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇവർ നമ്മൾക്കെതിരാണ് എന്നിട്ട് അങ്ങ് ധരിച്ചു വെച്ചിട്ട് അങ്ങ് ആക്രമിക്കുകയാണ്. ആ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. ആളുകൾ നമ്മളെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാനും സഹിഷ്ണുത ഉണ്ടാകാനും ഒക്കെ അല്ലേ കാര്യം. ഒരു ഇഷ്യൂവിനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുക, അതിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുക, ഇതിനൊക്കെയാണ് സംവാദം പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇയാൾ ഞങ്ങളുടെ RSSന്റെ ആജന്മ ശത്രുവായിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആജന്മ ശത്രുവാണ്, ഇയാൾ തീവ്രവാദിയാണ്, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് മുദ്ര കുത്തി ആളുകളെ അങ്ങ് താറടിക്കുകയാണ്. ഇത് എന്ത് തരം രാഷ്ട്രീയ സംവാദമാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ നമ്മുടെ പ്രതിഷേധങ്ങൾക്ക്, എതിർപ്പുകൾക്ക്, വിയോജിപ്പുകൾക്ക്, യോജിപ്പുകൾക്ക് എല്ലാം ഇടം കൊടുക്കുന്ന ഒരു വലിയ ജനാധിപത്യ മാതൃകയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് RSS നേതാക്കളെയും BJP നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയൊക്കെ അറിയാം. അവരെല്ലാം ഈ പൊതുവേദി കാണുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ഇത് വളരെ അപകടകരമാണ്. ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ചില ആളുകളുണ്ട്. ഇവർ ഒരു സംഘടനയുടെയും ഭാഗമല്ല, ഒരു കാര്യത്തിലും അവർ ഇതുവരെ ഇടപെട്ടിട്ടില്ല, ഒരു പ്രതിഷേധങ്ങൾക്കും അവർ പോയിട്ടില്ല, ഒരു രാജ്യത്തിന് ഒരു തൊട്ട വീട്ടുകാരന് പോയി ഒരു വാട്ടർ ബില്ല് അടയ്ക്കാൻ പോലും സഹായിച്ചിട്ടില്ല. പക്ഷേ ഫേസ്ബുക്കിൽ ഇരുന്ന് വലിയ കുറിപ്പുകൾ അടിച്ചുവിടും. അത് വളരെ എന്നിട്ട് താൻ വലിയ സംഘടനയുടെ വലിയ ആളാണെന്നുള്ള തരത്തിൽ. അങ്ങനെ ഈ News 18 ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നെങ്കിൽ ഈ നാട്ടിൽ ആ സംഘടനയ്ക്ക് ഒരു നേതാവുണ്ടല്ലോ, സ്വാഭാവികമായി അവർ ആ പ്രതിഷേധവും പരാതിയും അറിയിക്കില്ലേ? അങ്ങനെ അറിയിക്കുമ്പോൾ അത് സ്വാഭാവികമായും പരിശോധിക്കപ്പെടില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വെറുതെ ഒരു വീട്ടിൻ്റെ മൂലയിൽ ഇരുന്ന് ഇയാൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ആളുകളെ അധിക്ഷേപിക്കുക, അത് ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് മസ്കറ്റിൽ നിന്നാണ്. ഭദ്രകുമാർ, ശ്രീ ഭദ്രകുമാർ മസ്കറ്റിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം കേട്ടോ അവിടുന്ന് ആളുകൾ നമുക്കൊപ്പം ചേർന്ന് വന്നത്. ഓക്കെ, ശ്രീ ഭദ്രകുമാർ എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തെ? അവിടെ എങ്ങനെയാണ് മലയാളികളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്?
ഹലോ. എന്റെ പേര് ഭദ്രകുമാർ അല്ല, ചന്ദ്രകുമാറാണ്. ചന്ദ്രകുമാറാണ്. ഓക്കെ ഓക്കെ. സോറി, ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കണം ചന്ദ്രകുമാർ. സോറി. ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞത്, ഇപ്പൊ മനു പറഞ്ഞ ആള് BJP-ക്കാര് വിളിച്ചു പറഞ്ഞു നിങ്ങള് കോൺഗ്രസ്സുകാരാണെന്ന്, കോൺഗ്രസ്സുകാർ വിളിച്ചു പറഞ്ഞു നിങ്ങൾ മാർക്സിസ്റ്റുകാരാണെന്ന്. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പത്രപ്രവർത്തനം എന്ന രീതിയിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. സന്തോഷം കേട്ടോ ചന്ദ്രകുമാർ. ഈ ഒരു അഭിനന്ദനം എനിക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെയാണ് കേട്ടോ. കാരണം ഞാൻ പറയാലോ, നിങ്ങൾ BJP-ക്കാർ പറയുന്നു നിങ്ങൾ മാർക്സിസ്റ്റുകാർ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ് പറഞ്ഞു SDPI. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പത്രപ്രവർത്തനം വിജയിച്ചു കഴിഞ്ഞു. വളരെ പിന്നെ ഏത് നിയമങ്ങളും നമ്മൾ നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യത്താകുമ്പോൾ നിയമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധങ്ങളും അനുകൂലങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. അതൊക്കെ തരണം ചെയ്ത് ഒരു നിയമമായി വരുമ്പോൾ മാത്രമാണ് ആ നിയമത്തിന് അതിൻ്റെതായ ഒരു എന്താ ശക്തി കിട്ടും. അല്ലാണ്ട് നമ്മളൊരു നിയമം BJP-ക്കാർ പാസ്സാക്കുമ്പോൾ എല്ലാവരും കൂടെ കയ്യടിച്ച് പാസ്സാക്കുക, എന്നിട്ട് അതൊരു നിയമമായി വരിക, അതിലാരും പ്രതിഷേധിക്കാൻ പാടില്ല. പ്രതിഷേധങ്ങളെ തരണം ചെയ്ത് അത് നമ്മൾ ഇപ്പോ ഒരു സിനിമയിൽ കണ്ടില്ല, പുഴയിൽ നിന്ന് നമ്മൾ സ്വർണം അരിച്ചെടുക്കുന്നത്, അതുപോലെ അരിച്ചെടുത്തിട്ട് അതൊരു നിയമമായി വരട്ടെ. അങ്ങനെ ശക്തമായിട്ട് നമുക്കൊരു നിയമം വരണം. വഖഫ് അത് സ്വാഭാവികമാണ്. ഏത് നിയമം നമ്മുടെ നാട്ടിൽ വരുമ്പോഴും പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. അതിന് നമ്മൾ ഒരാളും അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല, BJP-ക്കാരായാലും മാർക്സിസ്റ്റുകാരായാലും. അതാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങയുടെ ഈ അഭിപ്രായം പൊതുവേദിയിലെ പ്രേക്ഷകർ ഒരു പാഠപുസ്തകം പോലെ കൊണ്ടു നടക്കേണ്ടതാണ്. കാരണം വിയോജിപ്പുകൾക്ക് സ്ഥലം കൊടുക്കുക, എതിർപ്പുകളെ അംഗീകരിക്കുക, എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കൂട്ടായി പോകുന്ന ഒരു ജനാധിപത്യ ചിന്താഗതി ഉണ്ടാകുക എന്നതാണ് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം. അങ്ങയുടെ ഈ അഭിപ്രായം വളരെ വളരെ വിലപ്പെട്ടതാണ്. അതൊരു വേദവാക്യം പോലെ നമ്മുടെ പൊതുവേദിയിൽ വരുന്നവർ എടുക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഞാൻ ന്യൂസ് 85 ഡിബേറ്റ്, മഞ്ജുഷ്, വ്യാപരണം എല്ലാതും കാണുന്ന വ്യക്തിയാണ്. നല്ലൊരു ചാനലാണ്. നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതുപോലെ നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇതുപോലെ ഫോൺ കോളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ, നന്ദി. എന്റെ കോള് വളരെയധികം ട്രൈ ചെയ്തിട്ട് നിങ്ങളെ കിട്ടിയത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഏതായാലും ശ്രീ ചന്ദ്രകുമാർ വളരെ പ്രയാസപ്പെട്ടു, മസ്കറ്റിൽ നിന്ന് വിളിച്ചു, നമുക്കൊപ്പം ചേർന്നു. നിറയെ നമുക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ, കമൻറ്റുകൾ വാട്സാപ്പിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ പല കമൻറ്റുകളും ചില സഭ്യതയ്ക്ക് നിരക്കാത്തതൊക്കെ ആയതുകൊണ്ടാണ് വായിക്കുക. അതായത് നമ്മുടെ ജോസഫ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം പിന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പിന്നെ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ചെർമേൽ, ഓക്കെ, സെബാസ്റ്റ്യൻ ചെർമേലും പിന്നെ ഫുഡ് കഴിക്കാന്നൊക്കെ പറയുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ സജാദ് കാലടിയിൽ നിന്ന്. സജാദ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സജാദിന് എന്ത് തോന്നുന്നു? നമസ്കാരം. ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഞാനിത് വിളിക്കാനുള്ള ചോദ്യത്തിന് ആദ്യം തന്നെ ഉത്തരം പറയാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രതിഷേധം ചെറിയ രീതിയിലൊക്കെ കേരളത്തിൽ ഉണ്ടാവും. പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവും. പിന്നെ ഞാൻ വിളിക്കാനുള്ള ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ന്യൂസ് 18 ചാനൽ കാണാറുണ്ട്, നമ്മളെല്ലാ ചാനലും കാണാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് നിഷ്പക്ഷമായിട്ട് ചെയ്യുന്നത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല വാർത്തകളിലും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എതിർക്കാറുണ്ട്, അനുകൂലിക്കേണ്ടത് അനുകൂലിക്കാറുണ്ട്. അപ്പൊ മറ്റു ചില ചാനലുകൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ചില ഒരു താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മള് BJP-നെ എതിർക്കേണ്ടതാണെങ്കിൽ BJP-നെ എതിർക്കണം, അനുകൂലിക്കേണ്ടതാണെങ്കിൽ അനുകൂലിക്കണം. അതുമാതിരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും അതിന് ഞാനൊരു അഭിനന്ദനം അറിയിക്കാൻ നിങ്ങൾ കുറച്ചെങ്കിലും ഒരു പാർഷ്യാലിറ്റി കുറച്ചുണ്ട്, എന്നാലും ശരി, ഞാൻ ആ വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും സജാദ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഞാനത് കുറേയൊക്കെ അങ്ങ് പറഞ്ഞത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. സുനിത വഖഫ് ബിൽ പാസ്സാകും എന്ന് എന്നോട് പറയുന്നു. ശ്യാംകുമാർ ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, സ്പോർട്സ് ഗുരു ഉണ്ട്. ലതിക BJP-ക്ക് ജയ് വിളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. ബാലകൃഷ്ണൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഹലോ, അപ്പോൾ പിന്നെ വഖഫ് ഭേദഗതിയോട് 100% യോജിക്കുന്നു. അത്തരത്തിലൊരു നിയമം വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇപ്പോ എന്റെ വിഷയം പ്രതിഷേധം ഉണ്ടാവോ, പ്രതിഷേധം പിന്നെ കനക്കുമോ എന്നൊക്കെയാണല്ലോ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചോദിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ദിവസം ഇങ്ങനെ ഒരു പരിപാടിയെ സംഘടിപ്പിക്കാൻ പാടില്ലായിരുന്നു.
ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പലയിടത്തും പ്രതിഷേധം ഉള്ളതുകൊണ്ടാണ് ഞാനത് കനക്കുമോ എന്ന് ചോദിച്ചത്. അങ്ങനെയൊക്കെ വിരുദ്ധ അഭിപ്രായം ഉണ്ടാവും. ഓക്കെ, മൊയ്തീൻ കുട്ടി എന്നോട് നേരത്തെ തർക്കം ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നു ബഹളം വെക്കരുത് എന്നാണ് പറയുന്നത്. പോട്ടെ, വിട്ടുകള സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അവതാരക, നിങ്ങൾക്ക് പ്രതിഷേധം നിർബന്ധമാണോ എന്ന് ഷമീർ ചോദിക്കുന്നു. ഇല്ലില്ല, ഞാൻ പലയിടത്തും പ്രതിഷേധം കണ്ടതുകൊണ്ട് അത് കനക്കുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. എൻ്റെ ഷമീറെ, ഞാൻ പ്രതിഷേധമൊന്നും ഉണ്ടാക്കാൻ വന്നില്ല. ഫിജിത പറയുന്നു ശ്രീജയന് പിന്തുണ കൊടുക്കുന്നു കേട്ടോ. ശ്രീജയന് ചില അനുകൂലിക്കുന്ന ആളുകൾ എത്തിയിട്ടുണ്ട്. വി സി തോമസ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. വി സി തോമസും കാര്യങ്ങൾ പറയുന്നുണ്ട്. SRRും അബ്ദുൽ സമദിനോട് സലാമിനോട് യോജിക്കുന്നു. A to Z മലയാളം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അങ്ങനെ വിജയൻ നായരുണ്ട്, റിജോ ഓൾ ഇൻ വൺ ഉണ്ട്, സ്വതന്ത്ര ചിന്തകളുണ്ട്, രജിത TR ഉണ്ട്. എല്ലാവരും നമുക്കൊപ്പം ചേർന്നുണ്ട്. ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മഹേഷ്. വളരെ ചുരുക്കം നമ്മുടെ അവസാനിക്കാറെ ഒറ്റ വാക്കിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രതിഷേധം കനക്കുമെന്നാണോ അതോ ഇത് മങ്ങിപ്പോകുമെന്നാണോ? സാറേ, ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. കാര്യം ഇങ്ങനെയുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഓരോ റിലവന്റ് ആയിട്ടുള്ള പോയിന്റ് വെച്ചിട്ടാണ് എല്ലാ ദിവസവും ഓരോ ചർച്ച. ഇന്നലെ സാറ് സിനിമയെ പറ്റിയായിട്ടായിരുന്നു ചർച്ച ഉണ്ടായിരുന്നത്. അത് വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. അപ്പൊ അന്ന് ഇന്നലെ സാറിന്റെ മിക്ക ആളുകളും സംഖ്യയായിട്ടാണ് ചിത്രീകരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സാരമില്ല, പോട്ടെ. ഏതായാലും സമയം കഴിഞ്ഞുകൊണ്ടാണ് മഹേഷ്, നമുക്ക് നാളെ കൂടുതൽ സംസാരിക്കുന്ന ഈ വിഷയം. ഞാൻ മഹേഷിന്റെ വാക്കുകൾ കുറെ കൂടി കേൾക്കണമെന്നുണ്ട്. ഓക്കെ, ഏതായാലും സന്തോഷം മഹേഷ്, ഇതിനൊപ്പം ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ചേർന്നതിൽ സന്തോഷം. ഓക്കെ, നമ്മുടെ യൂട്യൂബിൽ ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു കേട്ടോ. പ്രതിഷേധം രാജ്യവ്യാപകമായി കനക്കുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വന്നപ്പോൾ 38% ആളുകൾ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉണ്ടാകും എന്ന് പറയുമ്പോൾ 62% ആളുകൾ പ്രതിഷേധത്തിന് ഒരു രാജ്യവ്യാപക പിന്തുണയൊന്നും ഉണ്ടാകില്ല, ശക്തി ഉണ്ടാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ നമുക്ക് പോളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. ഇനി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.